ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സുകളാണ്. അതായത് ഹിസ്റ്ററിയിൽ നമുക്ക് ഒട്ടും തന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ബർഡനായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കാം. മേ ബി അത് എത്ര പഠിച്ചാലും ഓർത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഞാൻ കേൾക്കുന്നതാണ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉറക്കം വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ കുറച്ച് പേർക്കൊക്കെ അതുപോലെ ഇത് കേട്ടിരിക്കാനും മനസ്സിലാക്കാനും ഓർത്തു വെക്കാനും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് കൂടി ആയിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് 3 സെക്ഷനായിട്ടാണ് ക്ലാസ് പോകുന്നത്. ആദ്യത്തേത് ഏൻഷ്യൻ ഹിസ്റ്ററി, അതുപോലെ മെഡീവിയൽ ഇന്ത്യ, അതുപോലെ മോഡേൺ ഇന്ത്യ. ഈ 3 സെക്ഷനായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നിങ്ങൾക്ക് കഴിഞ്ഞ് കാണും. ഐശ്വര്യ മിസ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് നോട്ടൊക്കെ എഴുതി സെറ്റ് ചെയ്തു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത സെക്ഷനായിട്ട് മെഡീവിയൽ ഇന്ത്യയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെഡീവിയൽ ഇന്ത്യയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മെഡീവിയൽ ഇന്ത്യയിൽ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ടൈം ലിമിറ്റ് കാരണം നമുക്ക് എല്ലാം പറഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ എക്സാമിന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇത് ചോദിച്ചിരിക്കും എന്ന് ഉറപ്പ് തരാൻ പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇതിലുള്ള പോയിൻറ്റ്സ് സ്കിപ്പ് ചെയ്യാതെ പോവുക. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുക. അതല്ലെങ്കിൽ ഓഫ്ലൈനിൽ വന്നിരുന്നിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ടൈം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്നതെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മെഡീവിയൽ ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്നത് AD 712 മുതൽ 1757 വരെ. ഓക്കെ, AD 712 മുതൽ 1757 വരെ നടക്കുന്ന ഒരു ഇറയാണ് മെഡീവിയൽ ഇന്ത്യ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ AD 712 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുസ്ലിം ആക്രമണം നടന്ന ഇന്ത്യയിൽ മുസ്ലിം ആക്രമണം നടന്ന വർഷമാണ് AD 712 എന്ന് പറയുന്നത്. അതുപോലെ 1757 എന്ന് പറയുന്നത് എന്ത് നടന്നതായിരിക്കും, പ്ലാസി യുദ്ധം നടന്ന വർഷമാണ്. ഓക്കെ, പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് എന്തെന്ന് പറയുന്നത് AD 1757 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, മുഹമ്മദ് ബിൻ കാസിമാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്ന് മുസ്ലിം ആക്രമണം നടത്തുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ മുസ്ലിം ആക്രമണം നടത്തുന്നത് ചോദിച്ചാൽ ആരാണ്, മുഹമ്മദ് ബിൻ കാസിമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു മുസ്ലിം ആക്രമണം നടത്തുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, സിന്ധ് എന്ന് പറയുന്ന രാജ്യത്ത് ഉള്ള ദാഹിർ എന്ന് പറയുന്ന കിങ്ങിനെയാണ് ആക്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു 300 വർഷത്തിന് ശേഷം മുഹമ്മദ് ഗസ്നി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ മുഹമ്മദ് ഗസ്നി ഏകദേശം 17 തവണയിൽ കുറയാതെ നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് 1224 1225 ഇടയിൽ നടക്കുന്ന ഗുജറാത്ത് സോമനാഥ് ടെമ്പിൾ ആക്രമണം. ഗുജറാത്ത് സോമനാഥ് ടെമ്പിൾ ആക്രമണം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും സോമനാഥ് ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എവിടെയാണ്, ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1024 25 നടക്കുന്ന ഒരു ആക്രമണമാണ് ഈ പറയുന്ന ഗുജറാത്ത് സോമനാഥ് ടെമ്പിൾ ആക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു 100 വർഷങ്ങൾക്ക് ശേഷം ആര് വരുന്നു, മുഹമ്മദ് ഗോറി വരികയാണ് ചെയ്യുന്നത് 1191. ഓക്കെ, 1191 ആര് വരുന്നു, മുഹമ്മദ് ഗോറിയാണ് വരുന്നത്. മുഹമ്മദ് ഗോരി എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഫസ്റ്റ് തറൈൻ വാർ നടത്തുകയാണ്. പൃഥ്വിരാജ് ചൗഹാനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, യുദ്ധം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ യുദ്ധത്തിൽ ആര് തോറ്റു പോവുകയാണ്, ഡിഫീറ്റ് ചെയ്യുകയാണ്, മുഹമ്മദ് ഗോറി ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ഒരു മുറിവേറ്റ സിംഹത്തിൻ്റെ എഫക്റ്റിൽ 1 വർഷം കൂടി കഴിഞ്ഞിട്ട് 1192
രണ്ടാമത്തെ സെക്കൻഡ് തറൈൻ വാർ നടത്തുകയാണ്. അതല്ലെങ്കിൽ താനേശ്വർ വാർ എന്നും പറയും. തറൈൻ വാറിനെ എന്തെന്നും പറയും? താനേശ്വർ വാർ എന്നും പറയും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ റെഡിങ്കിൽ? ഓക്കെ, താനേശ്വർ വാർ എന്നും പറയും. അപ്പോൾ സെക്കൻഡ് തറൈൻ വാർ അദ്ദേഹം നടത്തുകയാണ്. എന്നാണ് 1192. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, അത് വിട്ടുപോകരുത്. അപ്പോൾ ആ സമയത്ത് ആര് തോറ്റുപോവുകയാണ്? പൃഥ്വിരാജ് ചൗഹാൻ തോറ്റുപോവുകയാണ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഉത്തരേന്ത്യയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരും. ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആരാന്ന് ചോദിക്കും. അതാരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹർഷവർദ്ധനാണ് ചക്രവർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ഹിന്ദു രാജാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ് അവസാനത്തെ ഹിന്ദു രാജാവ് എന്ന് പറയുന്നത്. അവസാനത്തെ ഹിന്ദു രാജാവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാനും അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹർഷവർദ്ധനമായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അവസാനത്തെ ഹിന്ദു ഭരണം കഴിയാണ്. നമ്മുടെ ആദ്യത്തെ മുസ്ലിം ഭരണം ആരംഭിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുന്നു? ഒരുപാട് യുദ്ധങ്ങൾ വീണ്ടും നടത്തുകയാണ് മുഹമ്മദ് ഗോറി. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? വേറൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ അടിമയായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്കിന് എന്ത് ഏൽപ്പിക്കുകയാണ്? ഈ പറയുന്ന ഭരണം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അദ്ദേഹം ആ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു പോവുകയും കുത്തബുദ്ദീൻ ഐബക്കിന് ഒരു ലോട്ടറി അടിച്ച പോലെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അവിടുത്തെ സുൽത്താനായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 1206 മുതൽ 1526 വരെയാണ് വർഷം വരുന്നത്. ഒന്നുകൂടി നോക്കുക. ഡൽഹി സുൽത്താനേറ്റ് 1206 മുതൽ 1526 വരെയാണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ടഡ് ഫ്രം 1206. കോർട്ട് ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിന്റെ കോർട്ട് ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ആണ്. ഓക്കെ, കോർട്ട് ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ആണ്. ആൻഡ് ക്യാമ്പ് ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ ഉറുദു ആണ്. ഓക്കെ, ക്യാമ്പ് ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ ഉറുദു ആണ്. ഓക്കെ, കോർട്ട് ലാംഗ്വേജ് ആണ് പേർഷ്യൻ, ക്യാമ്പ് ലാംഗ്വേജ് ആണ് ഉറുദു. മാറി പോകരുത്, രണ്ടും പേർഷ്യൻ അല്ല. ഓക്കെ, അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ ക്യാമ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉറുദു, അതുപോലെ അവരുടെ കോർട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യൻ ആണ്. ഓക്കെ, അതിനുശേഷം ആദ്യത്തെ ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റിൽ 4 ഡൈനാസ്റ്റി ഉണ്ട്. അതിൽ ആദ്യത്തത് എന്താണ്? ഈ പറയുന്ന കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് ഒരു അടിമയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വംശമായിരിക്കും ഉണ്ടാകുന്നത്? അടിമ വംശം, സ്ലേവറി ഡൈനാസ്റ്റി ആയിരിക്കും, സ്ലേവ് ഡൈനാസ്റ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ 4 ഉണ്ട്. സ്ലേവ് ഡൈനാസ്റ്റി ഉണ്ട്, ഖിൽജി ഡൈനാസ്റ്റി ഉണ്ട്, തുഗ്ലക് ഡൈനാസ്റ്റി ഉണ്ട്, സെയ്ദ് ഡൈനാസ്റ്റി ഉണ്ട്, ലോധി 5 ഉണ്ട്, ലോധി ഡൈനാസ്റ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തതാണ് എന്തെന്ന് പറയുന്നത്? ഇൽബാരി അല്ലെങ്കിൽ മാംലൂക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൽബാരി അല്ലെങ്കിൽ മാംലൂക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ലേവ് ഡൈനാസ്റ്റി. അത് ഏത് വർഷം തൊട്ട്? 1206 മുതൽ 1290 വരെയാണ് ആ പറയുന്ന എറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൽബാരി അല്ലെങ്കിൽ മാംലൂക്ക് ഡൈനാസ്റ്റി എന്ന് പറയും. സ്ലേവ് ഡൈനാസ്റ്റിക്ക്, അടിമ വംശത്തിന് അങ്ങനെയും പേര് പറയും. അപ്പോൾ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാ? 1206 മുതൽ 1290 വരെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തുർക്കിഷ് റൂളർ ഓഫ് ഡൽഹി ആയിട്ട് ആര് മാറുകയാണ്? കുത്തബുദ്ദീൻ ഐബക്ക് മാറുകയാണ്. ആദ്യത്തെ 4 എണ്ണവും തുർക്കിഷ് റൂളിംഗ് ആയിരിക്കും. അവസാനത്തെ ലോധി മാത്രമായിരിക്കും എന്ത് റൂളിംഗ് വരുന്നത്? അഫ്ഗാൻ റൂളിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, ഈ താഴെ തന്നിരിക്കുന്നതിൽ തുർക്കിഷ് റൂളിംഗ് അല്ലാത്തത് ഏതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എന്തെന്ന് പറയണം? ലോധി ഡൈനാസ്റ്റി ആണെന്ന് നിങ്ങൾ ആൻസർ എഴുതണം. ഓക്കെ, അപ്പോൾ തുർക്കി റൂളിംഗ് നടക്കുന്ന ആദ്യത്തെ റൂളർ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. 1206 മുതൽ 1210 വരെയാണ് കുത്തബുദ്ദീൻ ഐബക്ക് റൂളിംഗ് നടത്തിയിട്ടുള്ളത്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സ്ലേവ് ആൻഡ് മാംലൂക്ക് ഡൈനാസ്റ്റി. മാംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ട് ആരെയാണ് പറയുന്നത്? കുത്തുബുദ്ദീൻ ഐബക്കിനെയാണ് പറയുന്നത്. ആൻഡ് ഹി വാസ് ടൈറ്റിൽഡ് ആസ് മാലിക് എന്നും സിപാഹ് സലാർ എന്നും എന്ത് പറയുന്നുണ്ട്? ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ടൈറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ആ ടൈറ്റിൽ കൊടുക്കുന്നത് ആരാണ്? മുഹമ്മദ് ഗോറിയാണ് അദ്ദേഹത്തിന് ആ ടൈറ്റിൽ കൊടുക്കുന്നത്. ഹി മെയ്ഡ്
ഹി മെയ്ഡ് ലാഹോർ ആണ് കേട്ടോ, ലാഹോർ. ഹി മെയ്ഡ് ലാഹോർ ഈസ് ക്യാപിറ്റൽ. അവൻ്റെ ക്യാപിറ്റലായിട്ട് ഏത് സ്ഥലമാണ് എടുത്തത്? ലാഹോർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുത്തുബുദ്ദീൻ ഐബക്കിന് വേറെ ടൈറ്റിലും കൂടി ഉണ്ടായിരുന്നു, ലാഗ് ഭക്ഷ്. ഓക്കെ, ലാഗ് ഭക്ഷ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലും അതുപോലെ ഖുറാൻ ഖാൻ എന്ന് പറയുന്ന ടൈറ്റിലും ഉണ്ട്. ഈ ലാഗ് ഭക്ഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണയായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലാഗ് ഭക്ഷ് എന്നറിയപ്പെടുന്ന രാജാവ് അല്ലെങ്കിൽ റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക് ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത്, ഹി ആൾസോ സ്റ്റാർട്ടഡ് കുത്തബ് മിനാർ നിയർ കുവാത് ഉൽ ഇസ്ലാം മോസ്ക്. ഓക്കെ, കുവാത് ഉൽ ഇസ്ലാം മോസ്കിൻ്റെ അടുത്തായിട്ട്, കുവാത് ഉൽ ഇസ്ലാം മോസ്കിൻ്റെ അടുത്തായിട്ട് എന്ത് നിർമ്മിച്ചു? കുത്തബ് മിനാർ നിർമ്മിച്ചു. പക്ഷേ കുത്തബ് മിനാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് കുത്തബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. അതുപോലെ തന്നെ കുത്തബ് മിനാറിന് അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? സൂഫി സെയിൻ്റ് ആയിട്ടുള്ള കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തബ് മിനാറിന് അങ്ങനെ ഒരു പേര് വന്നേക്കുന്നത്. അല്ലാതെ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഓർമ്മയ്ക്കായിട്ടല്ല, ആ ഒരു പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല. സൂഫി സെയിൻ്റ് ആയിട്ടുള്ള കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത ആരാണ്? ഇൽത്തുമിഷ്. സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കെ, ഇനി അതുപോലെ അദൈ ദിൻ കാ ജോപ്ര. ഓക്കെ, അദൈ ദിൻ കാ ജോപ്ര ബിൽറ്റ് ഇൻ 12th century. അതാരാണ് ബിൽറ്റ് ചെയ്തത്? കുത്തബുദ്ദീൻ ഐബക്ക് ആണ് ബിൽറ്റ് ചെയ്തത്. അദൈ ദിൻ കാ ജോപ്ര ആരാണ് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്? കുത്തബുദ്ദീൻ ഐബക്ക് ആണ്. അതുപോലെ ഐബക്ക് ഡൈഡ് ഇൻ എ fall from horse while playing ചൗഗാൻ. പോളോ എന്ന് പറയും. ഓക്കെ, കുതിരപ്പുറത്തിരുന്ന് പോളോ കളിക്കുക വഴിയാണ് അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചൗഗാൻ എന്നാണ് പറയുന്നത്, പോളോ അല്ലെങ്കിൽ ചൗഗാൻ. ഓക്കെ, ഏത് വർഷമാണ്? 1210, 1210 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പോളോ കളിച്ചുകൊണ്ടിരിക്കവേ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹി വാസ് സക്സീഡഡ് ബൈ ഹിസ് സൺ അറംഷാ. അറംഷായാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അതുപോലെ ബട്ട് അറംഷാ അസാസിനേറ്റഡ് ബൈ ഇൽത്തുമിഷ് ഇൻ 1211. ഇൽത്തുമിഷ് എന്ത് ചെയ്യുന്നു? അറംഷായെ എന്ത് ചെയ്യുന്നു? വധിക്കുകയും അതിനുശേഷം പിന്നെ ആരാണ് ഏറ്റെടുക്കുന്നത്? ഇൽത്തുമിഷ് ആണ് ഈ ഭരണം ഏറ്റെടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത് ആരാണ് ഭരിക്കുന്നത്? ഇൽത്തുമിഷ് ആണ് ഭരിക്കുന്നത്. ഇൽത്തുമിഷ് ഏത് വർഷമാണെന്ന് നോക്കുക? 1211 മുതൽ 1236 വരെയാണ് ഇൽത്തുമിഷ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഹി വാസ് റിലേറ്റഡ് ടു ദ ഇൽബാരി ഡൈനാസ്റ്റി, അല്ലെങ്കിൽ എന്താ മാംലൂക്ക് ഡൈനാസ്റ്റി, അതല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി, എല്ലാം ഒരേ ഇത് തന്നെയാണ്. അപ്പോൾ ഇൽബാരി ഡൈനാസ്റ്റിയെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ആൾസോ ഹി വാസ് ദ സൺ ഇൻ ലോ ഓഫ് കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ സൺ ഇൻ ലോ, മരുമകൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ദ റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തബുദ്ദീൻ ഐബക്ക് ആണ്. പക്ഷെ റിയൽ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇൽത്തുമിഷ് ആണ് റിയൽ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഇക്താ സിസ്റ്റം. ഇക്താ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ടാക്സ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇക്താ സിസ്റ്റം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണമായിരുന്നു. അപ്പോൾ അതിൽ ഇക്താ സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന ആരാണ്? ഇൽത്തുമിഷ് ആണ്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് 2 കോയിൻസ്. 2 കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് തങ്ക ആൻഡ് ജീതാൾ. ഓക്കെ, 2 കോയിൻസ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, തങ്കയും ജീതാളും. തങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഗോൾഡ് കോയിൻ അല്ലേ എന്ന്, ബട്ട് അല്ല, സിൽവർ കോയിൻ ആണ് തങ്ക എന്ന് പറയുന്നത്. ആൻഡ് ജീതാൾ ഈസ് എ കോപ്പർ കോയിൻ. ഓക്കെ, 2 കോയിൻസ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഒന്ന് തങ്കയും അടുത്തത് ജീതാളും. ഓക്കെ, സിൽവർ കോയിൻ എന്ന് പറയുന്നത് തങ്കയും കോപ്പർ കോയിൻ എന്ന് പറയുന്നത് ആരാണ്? ഏതാണ്? ജീതാളാണ്. ഓക്കെ, ആൻഡ് ഓർഗനൈസ്ഡ് തുർക്കൻ വൺ ചഹൽഗാനി. ചഹൽഗാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്തു. ചഹൽഗാനി എന്ന് പറയുന്നത് ഒരു 40 സ്ലേവ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. അപ്പോൾ ഓർഗനൈസ്ഡ് തുർക്കൻ വൺ ചഹൽഗാനി വിച്ച് കൺസിസ്റ്റ് ഓഫ് 40 സ്ലേവ്സ് അടങ്ങുന്ന 40 സ്ലേവ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്
ഗ്രൂപ്പാണ് ചഹൽഗാനി എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ മിൻഹാജ് സിറാജ് വാസ് കോഡ് പോയറ്റ് ഓഫ് ഇൽത്തുമിഷ്, റോഡ് ദ ബുക്ക് തബഖത്ത് ഇ നസിരി. ഓക്കെ, തബഖത്ത് ഇ നസിരി ആരാണ് എഴുതിയത്? മിൻഹാജ് സിറാജ് ആണ്. മിൻഹാജ് സിറാജ് എന്ന് പറയുന്നത് ഇൽത്തുമിഷിൻ്റെ കോർട്ടിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ആരായിരുന്നു? ഒരു സ്കോളർ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? മിൻഹാജ് സിറാജ് എന്ന് പറയുന്നത്. അതുപോലെ ഹൗസി സുൽത്താനി ഈസ് എ വാട്ടർ സ്റ്റോറേജ് റിസർവെയർ ഓർ ടാങ്ക് ബിൽറ്റ് ബൈ ഇൽത്തുമിഷ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും. ഹൗസി സുൽത്താനി എന്ന് പറയുന്നത്, ഹൗസി സുൽത്താനി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സ്റ്റോറേജ് റിസർവെയർ അല്ലെങ്കിൽ ടാങ്ക് ആണ്. ഓക്കെ, വാട്ടർ സ്റ്റോറേജ് റിസർവെയർ ആണ്. എന്താണ് പേര്? ഹൗസി സുൽത്താനി. ഓക്കെ, അപ്പോൾ അത് ബിൽഡ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ഷിഫ്റ്റഡ് ഹിസ് ക്യാപിറ്റൽ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ഫ്രം ലാഹോർ ടു ഡൽഹി. ഓക്കെ, ആദ്യം എവിടെ ആയിരുന്നു സുൽത്താൻ്റെ ആ ഒരു ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ ആയിരുന്നു? ലാഹോറിലായിരുന്നു അല്ലേ? അത് പിന്നെ എന്തിലേക്ക് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അത് ആരാണ് മാറ്റിയത്? ഇൽത്തുമിഷ് ആണ് മാറ്റിയത്. ആൻഡ് ഹി നോമിനേറ്റഡ് ഹിസ് ഡോട്ടർ ആസ് ഹിസ് സക്സസർ. അദ്ദേഹത്തിൻ്റെ ഡോട്ടറിനെ പിൻഗാമിയായിട്ട് എന്ത് ചെയ്യുകയും ചെയ്തു? നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് സുൽത്താൻ ഹു ഓപ്റ്റഡ് ദ ടൈറ്റിൽ കാലിഫ. ഓക്കെ, കാലിഫ എന്ന് പറയുന്ന ടൈറ്റിൽ ഓപ്റ്റ് ചെയ്ത ഫസ്റ്റ് സുൽത്താൻ ആരെന്ന് ചോദിച്ചാലും അത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഹി കംപ്ലീറ്റഡ് ദ കുത്തബ് മിനാർ. കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു അത് ആദ്യം തുടങ്ങി വെച്ചത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? അത് കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ് ആണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ് ആണ്. അതിനുശേഷം അതുപോലെ കുത്തബ് മിനാർ എന്ന് പറയുന്നത് 73 മീറ്റർ ആണ്. കുത്തബ് മിനാർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 73 മീറ്റർ, അല്ലെങ്കിൽ 238 ഫീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ടോട്ടൽ 5 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റോറീസ്. അതിന് എത്ര സ്റ്റോറീസ് ഉണ്ട്? 5 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റോറീസ് ഉണ്ട്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ കുത്തബുദ്ദീൻ ഐബക്ക് ആൻഡ് ഇൽത്തുമിഷ് കൺസ്ട്രക്റ്റഡ് ദ 3 മോർ സ്റ്റോറീസ്. 3 അധികം സ്റ്റോറീസ് ആരാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഇൽത്തുമിഷ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ദ ലാസ്റ്റ് സ്റ്റോറി വാസ് കംപ്ലീറ്റഡ് ബൈ ഫിറോസ് ഷാ തുഗ്ലക്ക്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് സ്റ്റോറി ആരാണ് ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ് ലാസ്റ്റ് സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ദ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കുത്തബ് മിനാർ കോംപ്ലക്സ് കംപ്രൈസസ് അലൈ ദർവാസ ഗേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ മെയിൻ ഗേറ്റ് ഓഫ് കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക്. ഓക്കെ, കുവത്ത് ഉൽ ഇസ്ലാം മോസ്കിൻ്റെയും അതുപോലെ തന്നെ കുത്തബ് മിനാറിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള എൻട്രൻസ് ആണ് എന്തെന്ന് പറയുന്നത്? അലൈ ദർവാസ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അലൈ ദർവാസ എന്ന് പറയുന്ന ഒരു ഗേറ്റ് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അത് ആരാണ് ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ അലാവുദ്ദീൻ ഖിൽജി ആണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ ഹി മെയ്ഡ് ടോംബ് ഓഫ് സുൽത്താൻ ഗാഹരി ഇൻ റിമംബറൻസ് ഓഫ് ഹിസ് എൽഡസ്റ്റ് സൺ നസറുദ്ദീൻ മുഹമ്മദ്. ഓക്കെ, നസറുദ്ദീൻ മുഹമ്മദിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ഉണ്ടാക്കി? സുൽത്താൻ ഗരി എന്ന് പറയുന്ന ഒരു ടോംബ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആര്? ഇൽത്തുമിഷ്. ഓക്കെ, അതുപോലെ ദ സെൻറ്റർ ഓഫ് ലേണിംഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് അസിമാബാദ്. ഓക്കെ, അസിമാബാദിൽ ഒരു സെൻറ്റർ ഓഫ് ലേണിംഗ് ആരുണ്ടാക്കി കൊണ്ടുവന്നു? ഇൽത്തുമിഷ് ആണ് അതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഇൽത്തുമിഷിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഇൽത്തുമിഷിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിൻ്റെ മകളെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാണ് റസിയ സുൽത്താന. അത് ഏത് വർഷം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1236 മുതൽ 1239 വരെ ആയിരുന്നു ആര്? റസിയ സുൽത്താന എന്ന് പറയുന്നത്. അധികം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അത് റിലേറ്റഡ് ഇല്ല, പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. അതായത് റസിയ സുൽത്താന വാസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ റൂളർ ഇൻ ദ മിഡീവിയൽ ഇന്ത്യ സുൽത്താനേറ്റ്. ആദ്യത്തതും അതുപോലെ തന്നെ ഒരേ ഒരു ഫീമെയിൽ റൂളർ ആയിരുന്നു ഈ മിഡീവിയൽ ഇന്ത്യയിലെ സുൽത്താനേറ്റ് പീരിയഡിൽ. ഒരേ ഒരു ഫീമെയിൽ റൂളർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? റസിയ സുൽത്താന എന്ന് പറയുന്നത്. ഹി ഈസ് ബിലോങ് ടു ദ സ്ലേവ് ഡൈനാസ്റ്റി. സ്ലേവ് ഡൈനാസ്റ്റിയിലാണ്, മറന്നു പോകരുത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത് മാത്രമാണ് റസിയ സുൽത്താനയുടെ കാലഘട്ടത്തിൽ. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത്. അത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഓക്കെ ആണോ?
അതിനുശേഷം റസിയ സുൽത്താനയ്ക്ക് ശേഷം ഇൽത്തുമിഷ് തന്നെ എന്ത് ചെയ്തു? ഇൽത്തുമിഷ് തന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരു എന്താ പറയുന്ന ഒരു സ്ലേവ് ഗ്രൂപ്പ് ഉണ്ടല്ലേ, 40 ആൾക്കാരടങ്ങുന്ന 40 ആൾക്കാരടങ്ങുന്ന ഒരു സ്ലേവ് ഗ്രൂപ്പിൽ അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ട് വന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരു സ്ലേവ് ആണ് ആരെന്ന് പറയുന്നത്? ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഒരു സ്ലേവ് ആണ്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്ലേവ് ആണ് ആരെന്ന് പറയുന്നത്? ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. ഏത് വർഷമാണെന്ന് നോക്കാം, 1266 മുതൽ 1286 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കുക, 1266 മുതൽ 1286 വരെ. ഹി ആൾസോ കൺസിഡേർഡ് ആസ് ദ സർവേയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ സർവേയർ ആയിട്ടാണ് ആരെ കണക്കാക്കുന്നത്? സർവൈവർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആയിട്ട് കണക്കാക്കുന്ന ആരെയാണ്? ഗിയാസുദ്ദീൻ ബാൽബനെയാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ബാൽബൻ വാസ് ഡിറ്റർമൈൻഡ് ടു ബ്രേക്ക് ദ പവർ ഓഫ് ദ 40. ഓക്കെ, ചഹൽഗനി നമ്മൾ പറഞ്ഞു 40 പേരടങ്ങുന്ന സ്ലേവ് ഗ്രൂപ്പ്. ആ സ്ലേവ് ഗ്രൂപ്പിന്റെ പവർ എന്ത് ചെയ്തു? ഇല്ലാതാക്കി, ബ്രേക്ക് ചെയ്തു. ആര്? ബാൽബൻ. ഓക്കെ, ബാൽബൻ എന്ത് ചെയ്തു? ചഹൽഗാനിൽ നിന്ന് വന്ന ഒരാളാണല്ലേ ബാൽബൻ. അപ്പോൾ ആ ബാൽബൻ എന്ത് ചെയ്തു? ആ ഗ്രൂപ്പിന്റെ പവർ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ ഹി അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി ആരാണ് അഡോപ്റ്റ് ചെയ്തത്? ബാൽബൻ ആണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഹി അഡോപ്റ്റഡ് സിജ്ദ ആൻഡ് പൈബോസ് ടു പേർഷ്യൻ കസ്റ്റംസ്. അതായത് കാലിനടിയിൽ ഉമ്മ വെക്കുക, അതുപോലെ തന്നെ തല കുനിച്ച് നിൽക്കുക. ഒരു റെസ്പെക്റ്റിന്റെ ഒരു എന്താ പറയുക, റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? സിജ്ദ ആൻഡ് പൈബോസ്. അതായത് സിജ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലിനടിയിൽ എന്ത് ചെയ്യുക? മുത്തം കൊടുക്കുക. അതുപോലെ തന്നെ പൈബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റി താഴെ മുട്ടിച്ച് ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന 2 കസ്റ്റം ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ബാൽബനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അപ്ഹോൾഡ് ദ ടൈറ്റിൽസ് ലൈക്ക് ഉലുഗ് ഖാൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ലിലേഹി ഇലാഹി ഈ 2 ടൈറ്റിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. ഹി അപ്ഹോൾഡ് ദ ടൈറ്റിൽ ലൈക്ക് ഉലുഗ് ഖാൻ ആൻഡ് ലിലേഹി ഇലാഹി. ഓക്കെ, അതുപോലെ തന്നെ നവറോസ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നവറോസ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ബാൽബനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അമീർ ഖുസ്രോ അപ്ഹോൾഡ് ദ ടൈറ്റിൽ ഓഫ് ടോട്ടാഹി ഹിന്ദ്, പാരറ്റ് ഓഫ് ഇന്ത്യ. അമീർ ഖുസ്രു എന്ന് പറയുന്നത് ഏകദേശം ഈ ഡൈനാസ്റ്റിയിൽ കംപ്ലീറ്റ് എല്ലാവരുടെയും കോർട്ടിൽ നിന്നിരുന്ന ഒരു സ്കോളർ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? അമീർ ഖുസ്രു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, ടോട്ടാഹി ഹിന്ദ് അല്ലെങ്കിൽ പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിലുള്ള ഒരു സ്കോളർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അമീർ ഖുസ്രു ആണ്. ഓക്കെ, ആൻഡ് ഹി ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഏതൊക്കെയാണ്? തബ്ല ആൻഡ് സിത്താർ. തബ്ലയും സിത്താറും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അമീർ ഖുസ്രു ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബാൽബന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്കോളർ ആയിരുന്നു ആര്? അമീർ ഖുസ്രു എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് റൂളർ ഷംസുദ്ദീൻ കയ്യൂമസ് കിൽഡ് ബൈ ജലാലുദ്ദീൻ ഖിൽജി ആണ് എന്ത് ചെയ്യുന്നത്? അവസാനത്തെ റൂളർ ആയിട്ടുള്ള ആരെ വധിക്കുന്നത്? ഷംസുദ്ദീൻ കയ്യൂമസ് എന്ന് പറയുന്ന അവസാനത്തെ റൂളറെയും വധിക്കുന്നത് ആരാണ്? ജലാലുദ്ദീൻ ഖിൽജി ആണ്. അതിനുശേഷം ഏത് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്? ഖിൽജി ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഏത് ഡൈനാസ്റ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഖിൽജി ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ എറ എന്ന് പറയുന്നത്. 1290 മുതൽ 1320 വരെയാണ് എന്തെന്ന് പറയുന്നത്? ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. 1290 മുതൽ 1320 വരെ. ഓക്കെ, ആൻഡ് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി 1290 മുതൽ 1296 വരെയാണ്. അദ്ദേഹമാണ് ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി
ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി. ആൻഡ് അദ്ദേഹവും ഞാൻ പറഞ്ഞു അതും തുർക്ക് ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ആകെ ഒരേ ഒരു അഫ്ഗാൻ ഡൈനാസ്റ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേതാണ്? ലോധി ആയിരുന്നു. ഓക്കെ, അപ്പോൾ തുർക്ക് ഡൈനാസ്റ്റിയിലുള്ളതാണ് ഖിൽജിയും വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫൗണ്ടറായിട്ട് ആരെ കൺസിഡർ ചെയ്യുന്നത്? ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിനെയാണ് ആരായിട്ട്? ഫൗണ്ടർ ഓഫ് ദ ഖിൽജി ഡൈനാസ്റ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഹി വാസ് പെറ്റേണൽ അങ്കിൾ ആൻഡ് ഫാദർ ഇൻ ലോ ഓഫ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ പെറ്റേണൽ അങ്കിൾ ആൻഡ് ഫാദർ ഇൻ ലോ ആണ്. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയുടെ ഫാദർ ഇൻ ലോയും അതുപോലെ തന്നെ പെറ്റേണൽ അങ്കിളും ആണ് ആരെന്ന് പറയുന്നത്? ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആൻഡ് ദ ക്യാപിറ്റൽ ഓഫ് ഖിൽജി ഈസ് കിലോക്രി. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് ഖിൽജി ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കിലോക്രി ആണ് ക്യാപിറ്റൽ ഓഫ് ഖിൽജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആരാണ് ഭരിക്കുന്നത്? അലാവുദ്ദീൻ ഖിൽജിയാണ് അടുത്തത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അത് ഏത് വർഷം നോക്കുക? 1296 മുതൽ 1316 വരെയാണ് അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് ദ സെക്കൻഡ് അലക്സാണ്ടർ. അദ്ദേഹം സെക്കൻഡ് അലക്സാണ്ടർ എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ഓർ സിക്കന്ദർ ഐ സനി. ഓക്കെ, സിക്കന്ദർ ഐ സനി എന്നും അദ്ദേഹത്തെ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്തിരുന്നു? വിളിച്ചിരുന്നു. ഹി ഡിസ്ക്രൈബ് ഹിംസെൽഫ് ആസ് ദ സെക്കൻഡ് അലക്സാണ്ടർ ഓർ സിക്കന്ദർ ഐ സനി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പത്മാവത് റിട്ടൺ ബൈ മാലിക് മുഹമ്മദ് ജയ്സി. മാലിക് മുഹമ്മദ് ജയ്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. പത്മാവത് എന്ന് പറയുന്നത്, ആ പത്മാവത് എന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? മാലിക് മുഹമ്മദ് ജയ്സി ആണ്. ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഹിന്ദി സ്കോളർ ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ എംപയറിലെ ഫസ്റ്റ് ഹിന്ദി സ്കോളർ കൂടിയാണ് ആരെന്ന് പറയുന്നത്? മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറയുന്നത്. മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറയുന്നത് ഏത് എഴുതിയതാണ്? പത്മാവത്. ഓക്കെ, പത്മാവത് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മാലിക് മുഹമ്മദ് ജയ്സി ആണ്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഹിന്ദി സ്കോളർ ഇൻ ദ മുഗൾ എംപയർ. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി ബിൽഡ് ഫേമസ് മോണുമെന്റ്സ് ആരാണ് ബിൽഡ് ചെയ്തത്? ഈ പറയുന്ന താഴെ പറയുന്ന ഈ പറയുന്ന മോണുമെന്റ്സ് എല്ലാം ആരാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? അലാവുദ്ദീൻ ഖിൽജി. ഏതൊക്കെയാന്ന് നോക്കാം. ജമേദ് ഖാന മോസ്ക്, അതുപോലെ തന്നെ അലൈ ദർവാസ ഞാൻ നേരത്തെ പറഞ്ഞു ആ കവാടം ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ് കൺസ്ട്രക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഹൗസ് ഖാസ്. ഓക്കെ, അലൈ ദർവാസ കൺസ്ട്രക്ട് ചെയ്തത് ഏത് വർഷമാണെന്ന് നോക്കിയോ നിങ്ങൾ? 1311. അതുപോലെ തന്നെ ഹൗസ് ഖാസ് ആരാണ് നിർമ്മിച്ചത്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഫോർട്ട് ഓഫ് സിരി, അതുപോലെ തന്നെ ഹജാർ കമ്മ പാലസും ആരാണ് ഉണ്ടാക്കിയത്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ജമേദ് ഖാന മോസ്ക്, അലൈ ദർവാസ, ഹൗസ് ഖാസ്, ഫോർട്ട് ഓഫ് സിരി, ഹജാർ കമ്മ പാലസ്. ഓക്കെ, അലൈ ദർവാസ ഉണ്ടാക്കിയ വർഷം നോക്കൂ, 1311. ഓക്കെ, ഒന്നുകൂടി നോക്കിക്കോ. ഏതൊക്കെയാണ്? ജമേദ് ഖാന മോസ്ക്, അലൈ ദർവാസ 1311. അതുപോലെ തന്നെ ഹൗസ് ഖാസ്, ഫോർട്ട് ഓഫ് സിരി, ഹജാർ കമ്മ പാലസ്. ഇതെല്ലാം ആരാണ് ഉണ്ടാക്കിയത്? അലാവുദ്ദീൻ ഖിൽജിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹി ഇൻട്രൊഡ്യൂസ്ഡ് സം ടാക്സസ്. അദ്ദേഹം കുറച്ച് ടാക്സസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഖറാസ് എന്ന് പറയുന്ന ടാക്സ് ഫോർ കൾട്ടിവേഷൻ ആണ് ഖറാസ് എന്ന് പറയുന്നത്. അതുപോലെ ഖാരി എന്ന് പറയുന്ന ഒരു ടാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ടാക്സ് ഓൺ ഹൗസിംഗ്. അതുപോലെ തന്നെ ചരായ് ഫോർ ടാക്സ് ഫോർ ദ കാറ്റിൽ. ഓക്കെ, ഈ പറയുന്ന അതുപോലെ ജയ്സിയ എന്ന് പറയുന്ന ടാക്സും ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അലാവുദ്ദീൻ ഖിൽജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഖരാസ്, ഖരി, ചരായി, ജാസിയ. ഓക്കെ, അത് കഴിഞ്ഞ് മാലിക് ഗഫൂർ വാസ് ദ ജനറൽ ഓഫ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മാലിക് ഗഫൂർ ആണ്. ലാസ്റ്റ് റൂളർ വാസ് നസറുദ്ദീൻ ഖുസറോ ഷാ ഖിൽജി. അത് ആ ഒരു ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആരാന്ന് ചോദിച്ചാൽ ഏതാണ്? നസറുദ്ദീൻ ഖുസറോ ഷാ ഖിൽജി. ആൻഡ് കിൽഡ് ബൈ ഘാസി മാലിക് ആണ് എന്ത് ചെയ്യുന്നത്? അയാളെ കൊല്ലുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏത് ഡൈനാസ്റ്റിയാണ് വരുന്നത്? തുഗ്ലക് ഡൈനാസ്റ്റിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസറുദ്ദീൻ ഖുസറോ ഷാ ഖിൽജി ആണ് ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്?
ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഏറ്റവും കൂടുതൽ കാലം ഭരണം കൊണ്ടുപോയ ഡൈനാസ്റ്റി ഏതെന്ന് പറഞ്ഞാൽ ഏതാണ്? തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഓക്കെ ആണോ? നോക്കിയേ, തുഗ്ലക് ഡൈനാസ്റ്റി ഏത് വർഷമാണെന്ന് നോക്കിയേ, 1320 മുതൽ 1414 വരെയുള്ള ഏകദേശം ഒരു 320ഓളം വർഷങ്ങൾ വരുന്ന 1320 മുതൽ 1414 വരെ വരുന്ന ഡൈനാസ്റ്റിയാണ് ഏതെന്ന് പറയുന്നത്? തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ദ ലോങ്സ്റ്റ് റൂളിംഗ് ഡൈനാസ്റ്റി വാസ് തുഗ്ലക് ഡൈനാസ്റ്റി വിച്ച് നിയർലി റൂൾഡ് ഓവർ ദ ഡൽഹി സുൽത്താനേറ്റ് ബൈ 95 years, നോട്ട് 320, 95 years. ഓക്കെ, 95 years വരുന്ന എന്താ ഒരു കാലഘട്ടം വരുന്ന അത്രയും കാലം നീണ്ടു നിന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഏത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്? തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് റൂളിംഗ് ഡൈനാസ്റ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ കാലം റൂൾ ചെയ്ത ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ഏത് ഡൈനാസ്റ്റിയാണ്? തുഗ്ലക് ഡൈനാസ്റ്റി ആണ്. ഓക്കെ, അതുപോലെ ഗിയാസുദ്ദീൻ തുഗ്ലക്, നേരത്തെ നമ്മൾ പറഞ്ഞു ഗാസി മാലിക്, ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെയാണ് എന്തെന്നും അറിയപ്പെടുന്നത്? ഗാസി മാലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് വർഷമാണെന്ന് നോക്കിയാൽ 1320 മുതൽ 1325 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? നോക്കിയേ, ഫൗണ്ടർ ഓഫ് തുഗ്ലക് ഡൈനാസ്റ്റി, ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് തുഗ്ലക് ഡൈനാസ്റ്റി. ദ ലോങ്സ്റ്റ് റൂളിംഗ് ഡൈനാസ്റ്റി ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് വാസ് തുഗ്ലക് ഡൈനാസ്റ്റി. ഏത് ഡൈനാസ്റ്റിയാണ്? തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്ത് ചെയ്തിരുന്നത്? റൂൾ ചെയ്തിരുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത് കഴിഞ്ഞ് അടുത്ത റൂളർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് അടുത്ത റൂളർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് അത്യാവശ്യം കേട്ട് കേൾവിയെങ്കിലും ഉണ്ടാകും. തുഗ്ലക് എന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആരെങ്കിലും എന്ത് ചെയ്യുന്നത്, മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് ഇല്ലേ, തുഗ്ലക് എന്ന് പറയുന്നത്. ഓക്കെ, തുഗ്ലക് പരിഷ്കാരം എന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ, അതുപോലെ അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക് ഏത് വർഷമാണെന്ന് നോക്കിയാൽ 1325 മുതൽ 1351 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത്. 1325 മുതൽ 1351 വരെ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് എന്താ? ജോന ഖാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്താണ്? ജോന ഖാൻ എന്നാണ്. ആൻഡ് ഹി വാസ് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് കിങ് ഓഫ് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റിയിലെ ഏറ്റവും മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് കിങ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഹി ഈസ് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് കിങ് ഓഫ് തുഗ്ലക് ഡൈനാസ്റ്റി. ഹി വാസ് പ്രൊഫിഷ്യൻറ്റ് ഇൻ ഫിലോസഫി. ഫിലോസഫിയിൽ അദ്ദേഹം വളരെ പ്രൊഫിഷ്യൻ്റ് ആയിരുന്നു. ആൻഡ് ഹി ഈസ് ആൾസോ നോൺ ആസ് വൈസസ്റ്റ് ഫൂൾ ആൻഡ് പ്രിൻസ് ഓഫ് മൊണിയേഴ്സ്. ഓക്കെ, വൈസസ്റ്റ് ഫൂൾ, ബുദ്ധിമാനായ വിഡ്ഢി എന്നും അദ്ദേഹത്തിന് എന്തറിയപ്പെടുന്നുണ്ട്? വിളിപ്പേരുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എന്തെന്ന് പറയുന്നുണ്ട്? ബുദ്ധിമാനായ വിഡ്ഢി എന്നും അദ്ദേഹത്തിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റുകളുടെ എന്താ പറയുക, മിക്സ്ചർ എന്നും അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട്. എല്ലാം ആരെയാണ് പറയുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് പറയുന്നത്. ബുദ്ധിമാനായ വിഡ്ഢി എന്ന് പറയുന്നതും അതുപോലെ തന്നെ വൈദൂര്യങ്ങളുടെ എന്താ പറയുന്ന മിക്സ്ചർ, ഓപ്പോസിറ്റുകളുടെ മിക്സ്ചർ എന്ന് പറയുന്നതും ആരെയാണ് അറിയപ്പെടുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകൾ വെച്ചിട്ടാണ്, അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വിളിപ്പേര് വരുന്നത്. ഓക്കെ, അത് അദ്ദേഹം കാണിച്ച കുറച്ച് മിസ്റ്റേക്കുകൾ നമുക്ക് നോക്കാം. He wanted to expand his territory up to Khurasan, so maintained his huge army and paid them on near full salary, but later he abandoned the project. Okay, അദ്ദേഹത്തിൻ്റെ ടെറിട്ടറി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വർഷത്തേക്ക് ആ ആർമിക്ക് എന്ത് ചെയ്തു? ഫുൾ സാലറി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ടാക്സേഷൻ ഇൻ ഡോബ് റീജിയൻ ടു മെയിൻറ്റെയിൻ ദ ആർമി. ആർമി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോബ് റീജിയനിൽ എന്ത് ഇൻക്രീസ് ചെയ്തു? ടാക്സേഷൻ ഇൻക്രീസ് ചെയ്തു. അതുപോലെ ഹി ഇഷ്യൂഡ് ദ ടോക്കൺ കറൻസി ഇൻഫ്ലുവൻസ്ഡ് ബൈ ചൈന അറ്റ് പെർ വാല്യൂ ഓഫ് സിൽവർ കോയിൻ ബട്ട് ലേറ്റർ വിഡ്രോ ദിസ് ഡിസിഷൻ. അദ്ദേഹം എന്ത് ചെയ്തു? ടോക്കൺ കറൻസി ഇഷ്യൂ ചെയ്തു. എന്തിൻ്റെ വാല്യൂവിൽ? സിൽവർ കോയിൻ്റെ വാല്യൂവിൽ ടോക്കൺ കറൻസി ഇഷ്യൂ ചെയ്യുകയും അതിനുശേഷം അതെന്ത് ചെയ്തു? ആ ഡിസിഷൻ വിഡ്രോ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു ആക്ടിവിറ്റിയാണ് എന്ത്? ട്രാൻസ്ഫർ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. ഇത്
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫർ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവ്ഗിരി. ഓക്കെ, ഡൽഹിയിൽ നിന്നും ദേവ്ഗിരിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ മാറ്റി. അത് ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1327. ബട്ട് ആ പ്ലാനും എന്ത് ചെയ്തു? ഫെയിൽ ചെയ്തു. അദ്ദേഹം പിന്നും തിരിച്ച് എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, ഡൽഹിയിൽ നിന്നും ദേവ്ഗിരിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു? പ്ലാൻ ക്യാൻസൽ ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് ദേവ്ഗിരിയിൽ നിന്ന് ഡൽഹിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള കുറേ വിഡ്ഢിത്തരങ്ങൾ അതിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അതിനുശേഷം തിരിച്ച് അതെന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വിളിപ്പേരാണ് വൈസസ്റ്റ് ഫൂൾ, ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ പറയുന്ന വിളിപ്പേരുകൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അടുത്തത് ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്നത്, ഇബിൻ ബത്തൂത്ത വിസിറ്റഡ് ഇന്ത്യ ഇൻ ഹിസ് റീൻ ഫ്രം മൊറാക്കോ. അദ്ദേഹമാണ് ഈ പറയുന്ന ഓപ്പോസിറ്റുകളുടെ മിക്സ്ചർ എന്ന് പറയുന്ന പേര് ആർക്ക് കൊടുത്തത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് കൊടുത്തത്. ആരാണ്? ഇബിൻ ബത്തൂത്ത. ആൻഡ് റോഡ് ബുക്ക് കിതാബ് ഉൽ റഹല. കിതാബ് ഉൽ റഹല എന്ന് പറയുന്ന ഒരു ബുക്ക് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിസിറ്റ് ചെയ്ത മൊറാക്കോൻ ട്രാവലർ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ട്രാവലർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇബിൻ ബത്തൂത്തയാണ് ഇന്ത്യ വിസിറ്റ് ചെയ്ത മൊറാക്കൻ ട്രാവലർ അല്ലെങ്കിൽ ആഫ്രിക്കൻ ട്രാവലർ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? ഇബിൻ ബത്തൂത്ത. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആരാണ് റൂൾ ചെയ്തിട്ടുള്ളത്? ഫിറോസ് ഷാ തുഗ്ലക് ആണ് അത് കഴിഞ്ഞിട്ട് റൂൾ ചെയ്തിട്ടുള്ളത്. ഏത് വർഷമാണ്? 1351 മുതൽ 1388 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത്. എത്രയാണ്? 1351 മുതൽ 1388 വരെ. ഓക്കെ, അപ്പോൾ ആരാണ് റൂൾ ചെയ്തത്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം ആരാണ് റൂൾ ചെയ്തത്? ഫിറോസ് ഷാ തുഗ്ലക് ആണ് റൂൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫുതുഹാത്ത് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഹാഡ് റെക്കോർഡ്സ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സ് ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ് ഫുതുഹാത്ത് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹി വാസ് ദ കസിൻ ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കസിൻ ആണ് ആരെന്ന് പറയുന്നത്? ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. അതുപോലെ ഹി ഇൻട്രൊഡ്യൂസ്ഡ് 5 ടാക്സസ്. അദ്ദേഹവും എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 5 ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടാക്സ് ആണ് സക്കാത്ത് എന്ന് പറയുന്നത്. ടാക്സ് ഓൺ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ മുസ്ലിംസ്. മുസ്ലിംസിലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ മുസ്ലിംസിൽ ഉണ്ടാകുന്ന ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്? സക്കാത്ത് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതാണ് ജിസിയ എന്ന് പറയുന്നത്. ടാക്സ് നോൺ മുസ്ലിമിന് വേണ്ടിയിട്ടുള്ള ടാക്സ് ആണ് ജിസിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാക്കി ഷബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറിഗേഷൻ ടാക്സ് ഓർ വാട്ടർ ടാക്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ ടാക്സ് ആയിട്ടാണ് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ ഖരാജ് എന്ന് പറയും. ഖരാജ് ഇറ്റ് വാസ് ദ ലാൻഡ് റവന്യൂ ടാക്സ്. അതൊരു ലാൻഡ് റവന്യൂ ടാക്സ് ആണ്, കരമാണ്. അതുപോലെ തന്നെ അടുത്ത എന്താണ്? ഖമസ് ടാക്സ്. ഓക്കെ, ഖമസ് എന്ന് പറയുന്നത് ആരാ? ഖംസ് എന്ന് പറയുന്നത് ബൂട്ടി ടാക്സ് ആണ്. ഓക്കെ, ബൂട്ടി വാറിൽ എന്താ ആ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ അത് ബൂട്ടി വാർ ഉപകരണങ്ങളുള്ള ആരാണോ അവർക്ക് എന്ത് കൂടും? ടാക്സ് കൂടും. അങ്ങനെയുള്ള ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഖംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തുഗ്ലക് ഡൈനാസ്റ്റി തുഗ്ലക് ഡൈനാസ്റ്റി എൻഡ് ചെയ്തത് ഏത് വർഷമാണ്? 1398 തുഗ്ലക് ഡൈനാസ്റ്റി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അവസാനം ആരാണ്? അവസാനം എൻഡ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1398 അവസാനമായിട്ട് തുഗ്ലക് ഡൈനാസ്റ്റി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്, പെയ്ഡ് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അറ്റ്ലീസ്റ്റ് ഇത് ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് സയ്യിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സയ്യിദ് ഡൈനാസ്റ്റിയിൽ ഒത്തിരി ഒന്നും പറയാനില്ലെങ്കിലും നിങ്ങൾ വർഷം നിങ്ങൾ നോക്കി വെച്ചേക്കുക. 1414 മുതൽ 1451 വരെയാണ്. 1414 മുതൽ 1451 വരെയാണ് സയ്യിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ കിസിർ ഖാൻ ഫൗണ്ടഡ് ദ സയ്യിദ് ഡൈനാസ്റ്റി. കിസിർ ഖാൻ ആണ് എന്ത് ഫൗണ്ട് ചെയ്യുന്നത്? സയ്യിദ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ 1414
1414 ഈ പറയുന്ന ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. ഹി ഡിഡ് നോട്ട് അഡോപ്റ്റ് ദ ടൈറ്റിൽ ഓഫ് സുൽത്താൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ ഇല്ലാതെ ഉള്ള ഡൈനാസ്റ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് ഡൈനാസ്റ്റിയാണ്? സയ്യിദ് ഡൈനാസ്റ്റിയാണ്. സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ അപ്ഹോൾഡ് ചെയ്യാതെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് റായത്തി അല. അദ്ദേഹത്തിനെ ഹിംസെൽഫ് സ്വന്തമായിട്ട് എന്തെന്നാണ് വിളിച്ചിരുന്നത്? റായത്തി അല എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ആരാണ്? അലാവുദ്ദീൻ അലം ഷായാണ്. സയ്യിദ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ആരാണ്? അലാവുദ്ദീൻ അലം ഷായാണ് ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലോധി ഡൈനാസ്റ്റിയെ പറ്റി നോക്കാം നമുക്ക്. 1451 മുതൽ 1526 വരെയാണ് ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1451 മുതൽ 1526 വരെയാണ് ലോധി ഡൈനാസ്റ്റി. ആൻഡ് ബഹുൽ ലോധിയാണ് എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത്. 1451 മുതൽ 1489 വരെയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. ആൻഡ് ഹി ഫൗണ്ടഡ് ദ ലോധി ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തു. ഹി വാസ് ദ ഫസ്റ്റ് അഫ്ഗാൻ സുൽത്താൻ. നമ്മൾ പറഞ്ഞു അഫ്ഗാൻ റൂളിംഗ് വരുന്ന ഒരേ ഒരു ഡൈനാസ്റ്റി ഏതാണ്? ലോധി ഡൈനാസ്റ്റിയാണ്. ബാക്കി എല്ലാം തുർക്ക് റൂളറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അഫ്ഗാൻ റൂളിംഗ് ഉള്ള ആകെ ഉള്ള ഒരേ ഒരു ഡൈനാസ്റ്റി, ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു ഡൈനാസ്റ്റി ഏതാണ്? ലോധി ഡൈനാസ്റ്റി ആണ്. ഓക്കെ, ആ ലോധി ഡൈനാസ്റ്റിയിലെ ആരാണ്? അഫ്ഗാൻ സുൽത്താൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ബലൂൽ ലോധി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ബലോലി കോയിൻസ് നെയ്മഡ് അപ്പ് കോപ്പർ, മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ, കോപ്പർ കൊണ്ട് മെയ്ഡ് ചെയ്ത ബലോലി എന്ന് പറയുന്ന കോയിൻസ് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്ത റൂളർ ആണ് ആരെന്ന് പറയുന്നത്? സിക്കന്ദർ ലോധി എന്ന് പറയും. സിക്കന്ദർ ലോധി ഏത് വർഷമാണ്? 1489 മുതൽ 1517 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏത് വർഷമാണ്? 1489 മുതൽ 1517 വരെയാണ് സിക്കന്ദർ ലോധി എന്ത് ചെയ്തിട്ടുള്ളത്? റൂൾ ചെയ്തിട്ടുള്ളത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഖാസി സിക്കന്ദാരി എന്ന് പറയുന്ന ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ദ ന്യൂ മെഷർമെന്റ് ഓഫ് യാർഡ്. ഓക്കെ, മെഷർമെന്റ് യാർഡ് ആണ്. ഓക്കെ, ഒരു പുതിയ മെഷർമെന്റ് ഓഫ് യാർഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഖാസി സിക്കന്ദാരി. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? സിക്കന്ദർ ലോധിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആഗ്ര സിറ്റി ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയണം? സിക്കന്ദർ ലോധിയാണ് ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്തത് ഇൻ 1504. ഓക്കെ, 1504 ആഗ്ര സിറ്റി എന്ന് പറയുന്ന ആഗ്ര സിറ്റി എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്തത് ആരാണ്? സിക്കന്ദർ ലോധിയാണ്. 1504 അത് ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഹി ഷിഫ്റ്റഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ആഗ്ര. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റുന്നു? ആഗ്രയിലേക്ക് മാറ്റുന്നു ഇൻ 1506. ഓക്കെ, 1506 അദ്ദേഹം എവിടെ നിന്ന്? ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹി വാസ് എ പോയറ്റ് ആൻഡ് കമ്പോസ്ഡ് ഹിസ് പോയം വിത്ത് ദ നെയിം ഗുൽറുഖി. ഓക്കെ, ഗുൽറുഖി എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പോയം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് പാനിപ്പട്ട് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി. ഓക്കെ, നിങ്ങൾ പാനിപ്പട്ട് യുദ്ധം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് പാനിപ്പട്ട് ആരൊക്കെ ആയിട്ടായിരുന്നു? ദ ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ബാബറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുഗൾ എംപയറിലെ ബാബറുമായിട്ടാണ് എന്ത് നടക്കുന്നത്? യുദ്ധം നടക്കുന്നത്. ഫസ്റ്റ് വാർ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 1526 ഫസ്റ്റ് വാർ ഓഫ് പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. ഫസ്റ്റ് വാർ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത് എന്നാണ്? 1526 നടക്കുന്നത്. അതിന് ആരൊക്കെയാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്? ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറായിട്ടുള്ള ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ബാബറുമായിട്ടാണ് എന്ത് നടക്കുന്നത്? യുദ്ധം നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇബ്രാഹിം ലോധി വാസ് കിൽഡ് ബൈ ദ ബാബർ. അവിടെ ആരാണ് വിജയിക്കുന്നത്? ബാബറാണ് വിജയിക്കുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു?
ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ആ ഒരു എറ അവസാനിക്കുകയാണ്. അവിടെ ബാബർ വന്ന് ഈ പറയുന്ന ഇബ്രാഹിം ലോധിയെ കില്ല് ചെയ്തതോടെ, അവധിച്ചതോടെ എന്ത് സംഭവിക്കുകയാണ്? ഡൽഹി സുൽത്താനേറ്റ് അവസാനിച്ച് പോവുകയാണ്. ഓക്കെ ആണോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചായിരിക്കും? മുഗൾ എംപയറിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മുഗൾ എംപയർ. ഓക്കെ, അതിനു മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ബാറ്റിൽ ഓഫ് കത്തോലി ഫോർട്ട് ബിറ്റ്വീൻ മേവാർ കിങ് രണ സംഗ ആൻഡ് ഇബ്രാഹിം ലോധി ഇൻ 1517 AD. ലാസ്റ്റ് റൂൾ ഓഫ് ലോധി ഡൈനാസ്റ്റി വാസ് ഇബ്രാഹിം ലോധി ഹു ബിക്കെയിം ദ കിങ് ഇൻ 1517. ഓക്കെ, ലാസ്റ്റ് റൂളറുമായിട്ടാണ് യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞു, പാനിപ്പട്ട് യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് റൂളർ ആയത് ഏത് വർഷമാണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഏത് വർഷമാണ്? 1517 ലാസ്റ്റ് റൂളിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് കത്തോലി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് കത്തോലി ഫോർട്ട് ബിറ്റ്വീൻ ആരാണ്? മേവാർ കിങ് ആയിട്ടുള്ള രണ സംഗ ആൻഡ് ഇബ്രാഹിം ലോധിയും രണ സംഗയുമായിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു. അത് ഏത് വർഷമാണ്? 1517 അത് നടക്കുന്നത്. 1517 അത് നടക്കുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇത്രയും നേരം ഉത്തരേന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ സൗത്തിലും കുറേ ഡൈനാസ്റ്റികളുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഡൈനാസ്റ്റിയാണ് ബാമിനി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഏതാണ് ബാമിനി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്? ദ ബാമിനി എംപയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1347 ഏത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ബാമിനി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബൈ എ തുർക്കിഷ് ജനറൽ നെയിം അലാവുദ്ദീൻ ഹസൻ ഗംഗു ബഹ്മാൻ ഷാ. ഓക്കെ, തുർക്കിഷ് ജനറൽ ആണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അലാവുദ്ദീൻ ഹസൻ ഗംഗു ബഹ്മാൻ ഷാ. ഒരു വലിയ നീണ്ട പേരാണ്. എന്താണ്? അലാവുദ്ദീൻ ഹസൻ ഗംഗു ബഹ്മാൻ ഷാ. ഓക്കെ, ആൻഡ് ദ ബാമിനി എംപയറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? അലാവുദ്ദീൻ ഹസൻ ഗംഗു ബഹ്മാൻ ഷാ ആണ്. ആൻഡ് ക്യാപിറ്റൽ എവിടെയാണ്? ഹസനാബാദ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹസനാബാദ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻ 1518 ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം: ബിജാപൂർ, ഗോൽക്കൊണ്ട, അഹമ്മദ് നഗർ, ബെറാർ, ബിദർ. ഓക്കെ, ഏതൊക്കെയാണ്? 1518 ഈ പറയുന്ന കിങ്ഡം എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എത്ര ഡിവൈഡ് ചെയ്യുന്നു? 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? ബിജാപൂർ, ഗോൽക്കൊണ്ട ആൻഡ് അഹമ്മദ് നഗർ, ബേരാർ, ബിദർ. ഓക്കെ, ഇത്രയുമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. മുഹമ്മദ് ആദിൽ ഷാ ഓഫ് ബിജാപൂർ കിങ്ഡം കൺസ്ട്രക്റ്റഡ് ഗോൾ ഗുംബസ് ഇൻ 1656. ഗോൾ ഗുംബസ് ആരാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? മുഹമ്മദ് ആദിൽ ഷായാണ്. എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ബിജാപൂരിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഏത് വർഷമാണ്? 1656 കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഇതാണ് ബാമിനി ഡൈനാസ്റ്റിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാമിനി ഡൈനാസ്റ്റിയിൽ ഇനി നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ് എന്ത്? വിജയനഗര എംപയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ വട്ടം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള സെക്ഷനാണ് എന്ത്? വിജയനഗര എംപയർ. ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 4 ഡൈനാസ്റ്റീസ്. എത്ര ഡൈനാസ്റ്റീസ് ഉണ്ട്? 4 ഡൈനാസ്റ്റീസ് ഈ വിജയനഗര എംപയറിലും ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് സംഗാമ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഒന്നാമത്തതാണ് എന്ത്? സംഗാമ ഡൈനാസ്റ്റി. അത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെ? 1336 മുതൽ 1485 വരെ ആണ് ആ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സലുവ ഡൈനാസ്റ്റി ഉണ്ട്. 1485 മുതൽ 1505 വരെയാണ് ആ ഡൈനാസ്റ്റി. അടുത്തത് തുളുവ ഡൈനാസ്റ്റി ഉണ്ട്. തുളുവ ഡൈനാസ്റ്റി 1505 മുതൽ 1565 വരെയാണ്. അടുത്തത് അരവിന്ദ് ഡൈനാസ്റ്റിയാണ്. അരവിന്ദ് ഡൈനാസ്റ്റിയാണ്. 1565 മുതൽ 1646 വരെയാണ് ആ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിക്കോളൂ. ഓക്കെ, സംഗാമ ഡൈനാസ്റ്റി 1336 മുതൽ 1485 വരെയാണ്. സലുവ ഡൈനാസ്റ്റി 1485 മുതൽ 1505 വരെയാണ്. അതുപോലെ തുളുവ ഡൈനാസ്റ്റി 1505 മുതൽ 1565 വരെയാണ്. അതുപോലെ അരവിന്ദ് ഡൈനാസ്റ്റി
ഡൈനാസ്റ്റി 1565 മുതൽ 1646 വരെയാണ് വരുന്നത്. ഇത്രയും ഓക്കെ ആണോ? ദ വിജയനഗര എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹരിഹർ ആൻഡ് ബുക്ക ഓഫ്, ഓക്കെ, ആരൊക്കെയാണ്? ഹരിഹർ ആൻഡ് ബുക്ക ഓഫ് സംഗം ഡൈനാസ്റ്റി. സംഗം ഡൈനാസ്റ്റിയിലെ ബുക്കയും അതുപോലെ തന്നെ ഹരിഹറും കൂടി ചേർന്നാണ് ഏത് ഡൈനാസ്റ്റി ഉണ്ടാക്കുന്നത്? വിജയനഗര എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ ആണോ? വിജയനഗര എംപയർ ഉണ്ടാക്കുന്ന ആരൊക്കെയാണ്? ഹരിഹറും അതുപോലെ തന്നെ സംഗം ഡൈനാസ്റ്റിയിലെ ബുക്കയും കൂടി ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? വിജയനഗര എംപയർ ഉണ്ടാക്കുന്നത്. അതുപോലെ ക്യാപിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹംപിയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഹംപിയാണ്. അതുപോലെ തന്നെ ഹംപി ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എറോസ് ഡ്യൂറിംഗ് ദ വിജയനഗര എംപയർ വിച്ച് were built by Harihara and Bukka, and Vithala temple is the most extravagant architecture showpiece of Hampi. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് എന്ത്? വിഥാല ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് രീതിയിലുള്ള കൾച്ചറായിരുന്നു? ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് ഹംപിയിൽ ഉള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് വിഥാല ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ് വിജയനഗര എംപയർ ഡൗൺഫോൾ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1565. 1565 എന്താ ബാറ്റിൽ ഓഫ് തളിക്കോട്ട, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് തളിക്കോട്ട ഇൻ 1565. 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ടയിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വിജയനഗര എംപയർ ഡൗൺഫോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. വിജയനഗര എംപയർ ഡൗൺഫോൾ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1565 ഡ്യൂറിംഗ് ദ തുളുവ ഡൈനാസ്റ്റി. തുളുവ ഡൈനാസ്റ്റിയിലെ ടൈമിലാണ് ഇതെന്ത് ചെയ്യുന്നത്? ഡൗൺഫോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അനന്തരാജ് ടാങ്ക്. ഓക്കെ, അനന്തരാജ് ടാങ്ക് ആരാണ് ബിൽറ്റ് ചെയ്യുന്നത്? ബിൽറ്റ് ഇൻ വിജയനഗർ. ഓക്കെ, ആരാന്നല്ല, എവിടെയാണ് ബിൽറ്റ് ചെയ്യുന്നത്? വിജയനഗറിലാണ് ബിൽറ്റ് ചെയ്യുന്നത് അനന്തരാജ് ടാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹരിഹര സെക്കൻഡ് വാസ് ദ ഫസ്റ്റ് വിജയനഗർ റൂൾ ഹു ടു റെസ്റ്റ് the important fort of Goa from the Bahmanis. ഓക്കെ, ബഹമാനിസിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർട്ട് ഓഫ് ഗോവനെ എന്ത് ചെയ്യുന്നു? റെസ്റ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? ഹരിഹര സെക്കൻഡ് എന്ന് പറയുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് വിജയനഗർ റൂൾ ടു റെസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഫോർട്ട് ഓഫ് ഗോവ ഫ്രം ദ ബഹമാനിസ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇനി അടുത്തതാണ് തുളുവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. വിജയനഗര എംപയർ കഴിഞ്ഞു, ഇനി അടുത്തത് തുളുവ ഡൈനാസ്റ്റി. കൃഷ്ണദേവരായ വാസ് ദ ഗ്രേറ്റസ്റ്റ് കിങ് ഓഫ് ദിസ് ഡൈനാസ്റ്റി. ഹി വാസ് കണ്ടംപററി ഓഫ് ബാബർ. ബാബറിന്റെ കണ്ടംപററി ആണ് ആരെന്ന് പറയുന്നത്? കൃഷ്ണദേവരായ എന്ന് പറയുന്നത് ബാബറിന്റെ കണ്ടംപററി ആണ്. ഹി വാസ് ആൾസോ നോൺ ആസ് ആന്ധ്ര പിതാമഹ ഓർ ആന്ധ്ര ഭോജ് അല്ലെങ്കിൽ ആന്ധ്ര പിതാമഹ എന്നുകൂടി പേരുള്ള ആരെന്ന് പറയുന്നത്? കൃഷ്ണദേവരായ. ആൻഡ് ഹി ഈസ് ദ കണ്ടംപററി ഓഫ് ബാബർ. ഓക്കെ, ഹി റോട്ട് ദ ബുക്ക് കാൾഡ് അമുക്തമല്യട. ഓക്കെ, അമുക്തമല്യട എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയിട്ടുള്ളത്? കൃഷ്ണദേവരായരാണ് എഴുതിയിട്ടുള്ളത് അമുക്തമല്യട ഇൻ തെലുങ്കു. ഓക്കെ, അദ്ദേഹം തെലുങ്കിൽ എഴുതിയ ഒരു പുസ്തകമാണ് അമുക്തമല്യട. ആൻഡ് കൃഷ്ണദേവരായ ബിൽറ്റ് ദ കൃഷ്ണസ്വാമി ടെമ്പിൾ അറ്റ് ഹംപിയിൽ എന്ത്? കൃഷ്ണസ്വാമി ടെമ്പിൾ. അതുപോലെ തന്നെ തിരുവണ്ണാമലൈ, ചിദംബരം, അതുപോലെ തന്നെ ശ്രീരംഗം, അതുപോലെ തന്നെ തിരുപ്പതി, ഇതെല്ലാം ആരാണ് ബിൽറ്റ് ചെയ്തത്? കൃഷ്ണദേവരായാണ് ബിൽറ്റ് ചെയ്തത്. കൺസ്ട്രക്റ്റഡ് റോയ ഗോപുരം ഇൻ മെനി ടെമ്പിൾ. ഒരുപാട് ടെമ്പിളിലെ റോയ ഗോപുരം എന്ത് ചെയ്തിട്ടുണ്ട്? കൃഷ്ണദേവരായർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനിയാണ് നമ്മൾ മുഗൾ സാമ്രാജ്യത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, മുഗൾ സാമ്രാജ്യം, മുഗൾസ് എംപയർ. മുഗൾസ് പീരിയഡ് ഏത് വർഷം മുതലാണ് നോക്കുക? 1526 മുതൽ 1707 വരെയാണ് മുഗൾസ് എംപയർ എന്ന് പറയുന്നത്. മുഗൾസ് പീരിയഡ് എന്ന് പറയുന്നത് 1526 മുതൽ 1707 വരെയാണ് മുഗൾസ് എംപയർ. സഹ്റുദ്ദീൻ മുഹമ്മദ് ആണ് എന്ത്? ആദ്യത്തെ റൂളർ. സഹ്റുദ്ദീൻ മുഹമ്മദ്
ബാബർ, അതാണ് ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാബർ ലെഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ ദ മുഗൾ എംപയർ ആഫ്റ്റർ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. നമ്മൾ നേരത്തെ പഠിച്ചു 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ ആരാണ് വിജയിച്ചത്? ബാബർ ആണ് വിജയിച്ചത്. ബാബർ വൺ ദ ബാറ്റിൽ. ആ ബാറ്റിൽ വിജയിച്ചതോടെ എന്താ ഡൽഹി സുൽത്താനേറ്റ് ഡൗൺ ആവുകയും അതുപോലെ തന്നെ മുഗൾ എംപയർ എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, ബാബർ നാമ എന്ന് പറയുന്നത് എന്ത്? അദ്ദേഹത്തിൻ്റെ ഒരു ടർക്കിഷ് ലാംഗ്വേജിലുള്ള ബുക്കാണ്. ഓക്കെ, ബാബർ നാമ തുർക്ക് ഇ ബാബറി വാസ് റിട്ടൺ ബൈ ബാബർ. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് എന്തെന്ന് പറയുന്നത്? ബാബർ നാമ എന്ന് പറയുന്നത്. അത് ഏത് ലാംഗ്വേജിലാണ്? ടർക്കിഷ് ലാംഗ്വേജിലാണ് എന്ത്? ബാബർ നാമ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാബർ നാമ എന്ത്? ടർക്കിഷ് ലാംഗ്വേജിലാണ് ബാബറാണ് അത് എഴുതിയത്. അതുപോലെ തന്നെ ബാബർ ടുക്ക് ദ ടൈറ്റിൽ ഓഫ് ഘാസി എന്ന് പറയുന്ന ടൈറ്റിൽ എടുത്തു ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് കൻവ. ബാറ്റിൽ ഓഫ് കൻവയ്ക്ക് ശേഷം എന്ത് ടൈറ്റിൽ ഏറ്റെടുത്തു? ഘാസി എന്ന് പറയുന്ന ടൈറ്റിൽ ഏറ്റെടുക്കുകയും which took place in 17 മാർച്ച് 1527 എന്ത് നടന്നു? പറയുന്ന ബാറ്റിൽ ഓഫ് കൻവ നടക്കുകയും അതിനുശേഷം അദ്ദേഹം ഘാസി എന്ന് പറയുന്ന ടൈറ്റിൽ എന്ത് ചെയ്തു? എടുക്കുകയും ചെയ്തു. ആൻഡ് ഫോർട്ട് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു രണസംഗ ആൻഡ് ബാബർ. രണസംഗ ആൻഡ് ബാബറും ആയിട്ടുള്ള യുദ്ധമാണ് എന്ത്? ബാറ്റിൽ ഓഫ് കൻവ എന്ന് പറയുന്നത്. ഓക്കെ, രണസംഗ ആൻഡ് ബാബറും ആയിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൻവ. ആൻഡ് ഏത് ടൈറ്റിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്? ഘാസി എന്ന് പറയുന്ന ടൈറ്റിലാണ് ഏറ്റെടുത്തത്. ഏത് വർഷമാണ്? 1527 മാർച്ച് 17. 1527 മാർച്ച് 17 എന്ത് നടക്കുന്നത്? ബാറ്റിൽ ഓഫ് കൻവ നടക്കുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഏത് വർഷമാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 1526 ഏപ്രിൽ 21 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഏത് വർഷം നടക്കുന്നത്? 1526 ഏപ്രിൽ 21 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത്. ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധി ആയിരുന്നു. ഓക്കെ, അതിൽ ഇബ്രാഹിം ലോധീനെ എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്യുകയും അതിനുശേഷം എന്ത്? മുഗൾ എംപയറിന് ഫൗണ്ടേഷൻ ഇടുകയും ചെയ്തു. ഓക്കെ, ബാബർ യൂസ്ഡ് ന്യൂ വാർ ടെക്നോളജി. പുതിയ വാർ ടെക്നോളജി ആരാണ് കൊണ്ടുവന്നത്? ബാബർ ആണ്. എന്തൊക്കെയാണ് ടെക്നോളജി? ടെക്നോളജി ഇൻക്ലൂഡ്സ് ഗൺ പൗഡർ, ഗൺസ്, കാനോൺസ് ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു പുതിയ വാർ ടെക്നോളജി കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബാബറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ന്യൂ ടെക്നോളജി വാസ് ഓൾസോ നോൺ ആസ് തുലുങ്കനാമ സ്ട്രാറ്റജി എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ആ സ്ട്രാറ്റജി കൊണ്ടുവന്നത് ആരാണ്? തുലുങ്കനാമ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലിനെ ആരും എന്ത് ചെയ്യാൻ പാടില്ല? അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ആ രീതിയിലൊരു പ്രൊട്ടക്ഷൻ, കവചം ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് തുലുങ്കനാമ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ബാബറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും ഓക്കെയാണോ? ഓക്കെ, ഇനി അടുത്തതാണ് ബാറ്റിൽ ഓഫ് കൻവ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബാറ്റിൽ ഓഫ് കൻവ. ഇറ്റ് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ആരൊക്കെയാണ്? രണസംഗ ആൻഡ് ബാബർ ആണ്. ആൻഡ് ആഫ്റ്റർ ദിസ് ബാറ്റിൽ ഹി ഹോൾഡ് ദ ടൈറ്റിൽ ഏത്? ഘാസി എന്ന് പറയുന്ന ടൈറ്റിൽ ഹോൾഡ് ചെയ്തു. അതുപോലെ അടുത്തതാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി. ആദ്യം ബാറ്റിൽ ഓഫ് കൻവ, ആദ്യം ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, പിന്നെ ബാറ്റിൽ ഓഫ് കൻവ. ഏത് വർഷമാണ്? 1527 ബാറ്റിൽ ഓഫ് കൻവ. അതുപോലെ ബാറ്റിൽ ഓഫ് ചന്ദേരി 1528 27 ബാറ്റിൽ ഓഫ് കൻവ, 28 ബാറ്റിൽ ഓഫ് ചന്ദേരി ആൻഡ് 29 ബാറ്റിൽ ഓഫ് ഖാഖാര. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ബാറ്റിൽ ഓഫ് ചന്ദേരി ആരൊക്കെ തമ്മിലാണ്? മേദിനി റായി വൺ ഓഫ് ദ രണസംഗാസ് ലെഫ്റ്റനൻസ് ആണ്. ആര്? മേദിനി റായി. അവരും ബാബറും തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്ത്? ബാറ്റിൽ ഓഫ് ചന്ദേരി എന്ന് പറയുന്നത്. ബാബർ വൺ ദ ബാറ്റിൽ ആരാണ് വിജയിക്കുന്നത്? ബാബർ ആണ് വിജയിക്കുന്നത്. അടുത്തതാണ് ബാറ്റിൽ ഓഫ് ഖഗര. ഓക്കെ, ബാറ്റിൽ ഓഫ് ഖഗര ഇൻ 1529 ബാറ്റിൽ ഓഫ് ഖഗര ഉള്ളത്. അപ്പോൾ ഈ ബാറ്റിൽ ആരൊക്കെ തമ്മിലാണ്? മുഹമ്മദ് ലോധി ഹെഡ് ദ അഫ്ഗാൻ ചീഫ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഇൻഷുറത് ഷാ ഓഫ് ബംഗാൾ. ഓക്കെ, ആൻഡ് ബാബർ
ഇൻ വിച്ച് ബാബർ ഹാഡ് ഡിഫീറ്റഡ്. ആര് ഡിഫീറ്റ് ചെയ്യുന്നു? ബാബർ ഡിഫീറ്റ് ചെയ്യുന്നു. ആരെ? മുഹമ്മദ് ലോധിനെ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാറ്റിൽ ഓഫ് കങ്കാരയിൽ ആരാണ് വിജയിച്ചിട്ടുള്ളത്? ബാബറാണ് വിജയിച്ചിട്ടുള്ളത്. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ വേറൊരു കാര്യങ്ങളൊന്നും അറിയണ്ട. ബാറ്റിൽ ഓഫ് കൻവ ഏത് വർഷമാണെന്ന് നോക്കുക? 1527. 1526 പാനിപ്പട്ട് യുദ്ധം നടന്നു. അതുപോലെ 1528 ചന്ദേരി യുദ്ധം നടക്കുന്നു. 1529 ഘാഗ്ര യുദ്ധം നടക്കുന്നു. അതുപോലെ ആരൊക്കെ തമ്മിലാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. രണസംഖ്യയും ബാബറും തമ്മിലാണ് കൻവ യുദ്ധം. അതുപോലെ തന്നെ മേദിനി റായിയും ബാബറും തമ്മിലാണ് ചന്ദേരി യുദ്ധം. അതുപോലെ തന്നെ ഫോർട്ട് ബിറ്റ്വീൻ മുഹമ്മദ് ലോധിയും ബാബറും തമ്മിലാണ് യുദ്ധം എന്ന് പറയുന്നത്? ഘാഗ്ര യുദ്ധം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അടുത്തതാണ് ഹുമയൂൺ. ആഫ്റ്റർ ബാബർ ആരാണ് റൂൾ ചെയ്യുന്നത്? ഹുമയൂൺ ആണ് റൂൾ ചെയ്യുന്നത്. ഹുമയൂൺ ഏത് വർഷമാണെന്ന് നോക്കുക? 1530 മുതൽ 1556 വരെയാണ് ഹുമയൂൺ റൂൾ ചെയ്യുന്നത്. മുഗൾ റൂളേഴ്സ് ഡിവൈഡഡ് ഹിസ് ഇൻഹെറിറ്റൻസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഹിസ് ഫാദർ. ഹി ബിക്കെയിം ദ റൂളർ ഓഫ് ഏജ് അറ്റ് 23. എന്ത് സംഭവിക്കുകയാണ്? റൂളിങ്ങിന് കയറുകയാണ്. ഈ പറയുന്ന വർഷം കംപ്ലീറ്റ് ആരല്ല റൂൾ ചെയ്യുന്നത്? ഹുമയൂൺ അല്ല റൂൾ ചെയ്യുന്നത്. ഹുമയൂൺ ആയതിനു ശേഷം ഒരു ബാറ്റിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം 1555 തിരിച്ചു വന്നിട്ടാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? റൂളിങ് ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ 1530 മുതൽ 1550 വരെയാണ് എന്നുള്ളത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഹുമയൂൺ ഹാഡ് 3 ബ്രദേഴ്സ്. ആരൊക്കെയാണ്? ഖംറാൻ, അസ്കാരി, ഹിന്ദാൾ. ബാബറിന് 4 മക്കളുണ്ട് അല്ലേ? അപ്പോൾ ഹുമയൂൺ, ഖംറാൻ, അസ്കാരി, ഹിന്ദാൾ. ഓക്കെ. ബാറ്റിൽ ഓഫ് ചൗസ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഷേർഖാൻ ആൻഡ് ഹുമയൂ. ആൻഡ് ഹുമയൂ ലോസ്റ്റ് ദ ബാറ്റിൽ. ഹുമയൂ എന്ത് ചെയ്യുന്നു? ബാറ്റിൽ ലോസ് ചെയ്യാണ്. ബാറ്റിൽ ഓഫ് ചൗസ ഉണ്ടാകുമ്പോൾ അത് ഏത് വർഷമാണ്? 1539. 1539 നടക്കുന്ന ബാറ്റിൽ ഓഫ് ചൗസയിൽ ആര് ലോസ് ചെയ്യാണ്? ഹുമയൂൺ ലോസ് ചെയ്യാണ്. ആഫ്റ്റർ ദ ബാറ്റിൽ ചൗസ ഷേർഷാ എന്ന് പറയുന്ന ടൈറ്റിൽ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ഖനൗജ് എന്ന് പറയുന്നത്. ഓക്കെ. ബാറ്റിൽ ഓഫ് ഖനൗജ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബിൽഗ്രം എന്നും പറയും. ബാറ്റിൽ ഓഫ് ഖനൗജ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബിൽഗ്രം എന്നും പറയും. അത് ഏത് വർഷമാണ്? 1540 ആ ബാറ്റിൽ നടക്കുന്നത്. ഫോർട്ട് ബിറ്റ്വീൻ ഷേർഷാ സൂരി ആൻഡ് ഹുമയൂൺ. ഹുമയൂണും ഷേർഷാ സൂരിയുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. എഗെയിൻ ഹുമയൂൺ ലോസ്റ്റ് ദ വാർ. എന്ത് ചെയ്യുന്നു? ഹുമയൂൺ വീണ്ടും വാർ ലോസ് ചെയ്യുകയും അദ്ദേഹം ഇറാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നാട് കടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ബയോഗ്രഫി ഓഫ് ഹുമയൂൺ ഈസ് ഹുമയൂൺ നാമ. ഹുമയൂൺ നാമ എന്നാണ് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയുടെ പേര്. അപ്പോൾ അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു? 1555 തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴും ആരുടെ റൂളിങ്ങിലാണ് വരുന്നത്? ഈ ഷേർഷാ സൂരിയുടെ മകന്റെ റൂളിങ്ങിലാണ് വരുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ വധിച്ചിട്ടാണ് റൂളിങ് വീണ്ടും കൈക്കലാക്കുന്നത്. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഹുമയൂൺ നാമ എഴുതിയത് ആരാണ്? ഗുൽബദൻ ബീഗമാണ് ഹുമയൂൺ നാമ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ഗുൽബദൻ ബീഗാണ് എന്ത് എഴുതിയിട്ടുള്ളത്? ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്തതാണ് ഷേർഷാ സൂരി. ഷേർഷാ സൂരി ഏത് വർഷമാണെന്ന് നോക്കുക? 1540 മുതൽ 1545 വരെയാണ് ഷേർഷാ സൂരി. ഹിസ് റിയൽ നെയിം വാസ് ഫാരിദ്. ഫാരിദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ബോൺ ഇൻ സസാരം. അദ്ദേഹം സസാരത്തിലാണ് ബോൺ ചെയ്യുന്നത്. ബീഹാറിലെ സസാരത്തിലാണ് അദ്ദേഹം ബോൺ ചെയ്യുന്നത്. ടോംബ് ഓഫ് ഷേർഷാ സൂരി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഷേർഷാരം. ഓക്കെ. ഷേർഷാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ടോംബ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഷേർഷാ സൂരി ഇഷ്യൂഡ് എ സിൽവർ കോയിൻ ആൻഡ് ടേംഡ് ഇറ്റ് ആസ് റുപ്പിയ. റുപ്പിയ എന്ന് പറയുന്ന സിൽവർ കോയിൻ ഏത് സെഞ്ചുറിയിൽ? 16th സെഞ്ചുറിയിൽ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. അതുപോലെ തന്നെ മെയ്ഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡും മെയ്ഡ് ചെയ്തത് ആരാണ്? ഷേർഷാ സൂരിയാണ്. ആ ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ ഇപ്പോൾ പറയുന്നത് എന്താ? നാഷണൽ ഹൈവേ 1 എന്നാണ് പറയുന്നത്. ഓക്കെ. നാഷണൽ ഹൈവേ 1 എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഷേർഷാ
ഷേർഷാ ചേഞ്ച്ഡ് ദ നെയിം ഓഫ് പാട്ലിപുത്ര ടു പാട്ന. അത് ഏത് വർഷമാണ്? 1541-ലാണ്, 1541-ലാണ് പാട്ലിപുത്രയ്ക്ക് പാട്ന എന്ന് പറയുന്ന ഒരു നെയിം ചേഞ്ച് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഷേർഷാ സൂരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ പോസ്റ്റൽ സർവീസ് ആൻഡ് റിപ്പയർ ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡിന് എന്ത് ചെയ്തു? റിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഹി വാസ് നോൺ ഫോർ ദ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ വെൽ നോൺ ആണ് ആര്? ഷേർഷാ സൂരി എന്ന് പറയുന്നത്. ഷേർഷാ സൂരി ഡിഫീറ്റഡ് ബൈ ഹുമയൂൺ ഇൻ ദ ബാറ്റിൽ ഓഫ് ചൗസ. ബാറ്റിൽ ഓഫ് ചൗസയിൽ എന്ത് ചെയ്യുന്നു? ഹുമയൂനെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? ഷേർഷാ സൂരി എന്ന് പറയുന്നത്. ഏത് വർഷം? ഒന്നുകൂടി പറ, ഏത് വർഷം? 1539-ലാണ് ഡിഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇനി അതിനുശേഷം വരുന്ന ആരാണ്? അക്ബറാണ് വരുന്നത്. അതിനുശേഷം 1556 മുതൽ 1605 വരെ ആരാണ് റൂൾ ചെയ്യുന്നത്? അക്ബറാണ് റൂൾ ചെയ്യുന്നത്. അക്ബറിന്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലാലുദ്ദീൻ ആണ് അക്ബറിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്, ജലാലുദ്ദീൻ. ഓക്കെ. മുഹമ്മദ് അക്ബർ ടൈം പീരീഡ് ബിറ്റ്വീൻ എന്നാണ്? 1560 മുതൽ 1562 വരെയാണ് മുഹമ്മദ് അക്ബറിന്റെ ടൈം പീരീഡ് വരുന്നത്. ആൻഡ് വാസ് നോൺ ആസ് പെറ്റിക്കോട്ട് ഗവേണൻസ്. ആ സമയത്ത് അക്ബർ എന്താണ്? വളരെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഹെഡഡ് ബൈ ദ ഫോസ്റ്റർ മദർ ആരാ? മഹം അനഘ. ഓക്കെ, മഹം അനഘയുടെ ഫോസ്റ്ററിലായിരുന്നു എന്ത് സംഭവിക്കുന്നത്? ഇത് ഹെഡ് ചെയ്യുന്നത്. അതിന് എന്ത് പേരാ വിളിച്ചിരുന്നത്? പെറ്റിക്കോട്ട് ഗവേണൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ടൈം പീരീഡ് എന്ന് മുതൽ എന്ന് വരെ? 1560 മുതൽ 1562 വരെ. ഓക്കെ. ആൻഡ് ഷേർഷാ സൂരീസ് അഡ്മിനിസ്ട്രേഷൻ ബിക്കെയിം എ മോഡൽ ഓഫ് അക്ബർ. അക്ബറിന്റെ മോഡൽ ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ. അതുപോലെ ബൈറം ഖാൻ ഓണേഡ് വിത്ത് ദ ടൈറ്റിൽ ഖാനി ഖാന. ബൈറം ഖാൻ എന്ത് ടൈറ്റിൽ ഓണർ ചെയ്യുന്നു? ഖാനി ഖാന. ബൈറം ഖാൻ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി കമാൻഡർ ഇൻ മുഗൾ എറ. മുഗൾ എറയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരാ? ബൈറം ഖാൻ എന്ന് പറയുന്നത്. മുഗൾ എറയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി കമാൻഡർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ബൈറം ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് ഓണറാണ്? അദ്ദേഹത്തിന് ഓണേർഡ് വിത്ത് ഖാനി ഖാന. ഓക്കെ, ഖാനി ഖാന എന്ന് പറയുന്ന ഓണറാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹി വാസ് ദ ഗാർഡിയൻ, ചീഫ് മെൻഡർ, അഡ്വൈസർ, ടീച്ചർ ആൻഡ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് അലി ഓഫ് അക്ബർ. അക്ബറിന്റെ ചീഫ് മെൻഡർ ആയിരുന്നു, അല്ലെങ്കിൽ ഗാർഡിയൻ ആയിരുന്നു, അഡ്വൈസർ ആയിരുന്നു, ടീച്ചർ ആയിരുന്നു, ആൻഡ് മോസ്റ്റ് ട്രസ്റ്റഡ് അലി ഓഫ് അക്ബർ ആണ് ആരെന്ന് പറയുന്നത്? ബൈറം ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് ഓണറാണ് കിട്ടിയിട്ടുള്ളത്? ഖാനി ഖാന എന്ന് പറയുന്ന ഓണറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ തന്നെ പിൽഗ്രിം ടാക്സ് അബോളിഷ് ചെയ്തത് ആരാണ്? അക്ബറാണ് അബോളിഷ് ചെയ്തത് പിൽഗ്രിം ടാക്സ്. പിൽഗ്രിം ടാക്സ് അബോളിഷ് ചെയ്തത് ആരാണ്? അക്ബറാണ്. ഏത് വർഷം? 1563-ലാണ് പിൽഗ്രിം ടാക്സ് അബോളിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അബോളിഷ്ഡ് ജസിയ ടാക്സ് ഇൻ 1564 ജസിയ ടാക്സ് ആരാണ് അബോളിഷ് ചെയ്തത്? അക്ബറാണ് അബോളിഷ് ചെയ്തത്. ഇൻ 1571 AD എസ്റ്റാബ്ലിഷ്ഡ് ഫത്തേപൂർ സിക്രി ടു കമോമറേറ്റ് വിക്ടറി ഓവർ ഗുജറാത്ത്. വിക്ടറി ഓവർ ഗുജറാത്തിൽ ഫത്തേപൂർ സിക്രിയിൽ. ഓക്കെ. ഇൻ 1571 AD എസ്റ്റാബ്ലിഷ്ഡ് ഫത്തേപൂർ സിക്രി ടു കമോമറേറ്റ് വിക്ടറി ഓവർ ഗുജറാത്ത്. ഗുജറാത്തിൽ ഉണ്ടായ ഒരു വിക്ടറിക്ക് കമോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കി? ഫത്തേപൂർ സിക്രി എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഏത് വർഷം? 1571-ലാണ് ഫത്തേപൂർ സിക്രി എസ്റ്റാബ്ലിഷ് ചെയ്തത് ടു കമോമറേറ്റ് ദ വിക്ടറി ഓഫ് ഗുജറാത്ത്. ഓക്കെ. അത് കഴിഞ്ഞ് 1575 സ്റ്റാർട്ടഡ് മൻസബ്ദാരി സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ് ദ റാങ്ക് സത്ത് ആൻഡ് സവർ. ഓക്കെ. സത്ത് ആൻഡ് സവർ എന്ന് പറയുന്ന റാങ്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന മൻസബ്ദാരി സിസ്റ്റം എന്ത് ചെയ്തു? 1575 കൊണ്ടുവരികയാണ്. 1575 എന്താ? മൻസബ്ദാരി സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അക്ബറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇൻ 1575 AD കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ പ്രയർ അസംബ്ലി കാൾഡ് ഇബാദാത്ത് ഖാന.
ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു പ്രയർ അസംബ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ഏത് വർഷം? 1575. ഇൻ വിച്ച് ഹി ഇൻവൈറ്റഡ് റിലീജിയസ് ലീഡേഴ്സ് ഓഫ് ഹിന്ദു, റോമൻ കത്തോലിക്സ്, അതുപോലെ തന്നെ സോറോ ആസ്ട്രിയൻസ്, അതുപോലെ ജെയിൻസ്, ബുദ്ധിസ്റ്റ്, സിഖ്സ് ആൻഡ് ഈവൻ എയ്ത്തിസ്റ്റ് ഉൾപ്പെടെ ഉള്ള ആ ഓരോ ഇതിൻ്റെയും റിലീജിയസ് ലീഡേഴ്സിനെ എന്ത് ചെയ്തു, ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഓക്കെ ആണോ? ഇനി അതുപോലെ 1582 ഫോംഡ് എ റിലീജിയൻ കാൾഡ് ദീനി ഇലാഹി എന്ന് പറയുന്ന ഒരു റിലീജിയൻ എന്ത് ചെയ്തു, ഫോം ചെയ്തു. അതുപോലെ തന്നെ അക്ബർ ഡൈഡ് ഇൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അക്ബർ ഏത് വർഷം ഡൈഡ് ചെയ്തത്? 1605 അദ്ദേഹം മരിച്ചത്. അതുപോലെ ടോംബ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സിക്കന്ദ്ര, ആഗ്രയിലെ സിക്കന്ദ്രയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. ബുലന്ദ് ദർവാസ വാസ് ബിൽറ്റ് ബൈ അക്ബർ ഇൻ ഫത്തേപൂർ സിക്രി. ബുലന്ദ് ദർവാസ ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ആരാണ് ഉണ്ടാക്കിയത്? ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? അക്ബറാണ്. അത് എന്തിൻ്റെ വിക്ടറി കമ്മമറേറ്റ് ചെയ്യാനാണ്? ഗുജറാത്തിലെ വിക്ടറി കമ്മമറേറ്റ് ചെയ്യാനാണ് ഫത്തേപൂർ സിക്രി എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അവിടെ ബുലന്ദ് ദർവാസ ബിൽറ്റ് ചെയ്തത് ആരാണ്? അക്ബറാണ് ബുലന്ദ് ദർവാസ ബിൽറ്റ് ചെയ്തത്. ഇനി ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ഓഫ് അക്ബർ ആണ്. സെക്കൻഡ് ഓഫ് പാനിപ്പട്ട് ഫോർട്ട് ബിറ്റ്വീൻ അക്ബർ ആൻഡ് ഹെമു ലോസ്റ്റ് ദ വാർ. ഓക്കെ, അക്ബറും ഹെമുവും തമ്മിൽ ഒരു സെക്കൻഡ് പാനിപ്പട്ട് യുദ്ധം ഉണ്ടായിരുന്നു. അതിൽ ഹെമു എന്ത് ചെയ്തു, വാർ ലോസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ സെക്കൻഡ് പാനിപ്പട്ട് യുദ്ധത്തിൽ ആരൊക്കെയാണ് യുദ്ധം ചെയ്തത്? അക്ബറും ഹെമുവും. ഓക്കെ, അത് കഴിഞ്ഞ് 1567 അക്ബർ അറ്റാക്ക്ഡ് ഓൺ ദ മേവർ എന്ന് പറയുന്ന ഒരു കിങ്ഡം ഉണ്ട്. അവരെ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് രണ ഉദയ് സിംഗിൻ്റെ ടൈമിൽ അക്ബർ എന്ത് ചെയ്തു, മേവറിനെ അറ്റാക്ക് ചെയ്തു 1567. അതുപോലെ മേവർ ആർമി വാസ് ലെഡ് ബൈ ജയ്മൽ ഭട്ട ആൻഡ് കല്ല. ആരൊക്കെയാണ് ലെഡ് ചെയ്തത്? ജയ്മൽ ഭട്ട ആൻഡ് കല്ല. മേവർ ലോസ്റ്റ് ദ ബാറ്റിൽ. ആർക്കാണ് ലോസ്റ്റ് ചെയ്തത്? മേവർ ആണ് ബാറ്റിൽ ലോസ്റ്റ് ചെയ്തത്. വിറ്റ്നസ് ദ തേർഡ് ജോഹർ ഓഫ് ചിറ്റർ ഫോർട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, എന്ത് ബാറ്റിലാണ് വിറ്റ്നസ് ചെയ്തത്? തേർഡ് ജോഹർ ഓഫ് ചിറ്റർ ഫോർട്ട് വിറ്റ്നസ് ചെയ്യാണ് ഉണ്ടായത്. അതുപോലെ ടു ഓണർ ദ ജയ്മൽ ഭട്ട കല്ല ഛത്രീസ് വെയർ മെയ്ഡ്. ഓക്കെ, ഛത്രീസ് എന്ത് ചെയ്തു, മെയ്ഡ് ചെയ്തു. ഇത്രയും ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് അടുത്തത് ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി. ദ ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി വാസ് ഫോർട്ട് ഇൻ 18 ജൂൺ 1576. ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. ആ ബാറ്റിൽ ഉണ്ടായത് ഏത് വർഷമാണ്? 1576. ബിറ്റ്വീൻ ആരൊക്കെയാണ്? മഹാറാണ പ്രതാപ് ഓഫ് മേവറിലെ മഹാറാണ പ്രതാപും അതുപോലെ തന്നെ മുഗൾ എംപററായിട്ടുള്ള അക്ബറും തമ്മിലായിരുന്നു അത് നടന്നത്. ആൻഡ് ഹി ഡിഫീറ്റഡ് അക്ബർ എന്ത് ചെയ്തു, അവരെയും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഓക്കെ ആണോ? പക്ഷെ അത് ഡിഫീറ്റ് ചെയ്തെങ്കിലും അത് സബ്മിറ്റ് ചെയ്യാൻ, അത് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, വീണ്ടും സ്ട്രഗിൾ തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആർക്കിടെക്ചർ ബിൽഡ് ബൈ അക്ബർ. ഫത്തേപൂർ സിക്രി ഉണ്ടാക്കിയത് ആരാന്ന് നമ്മൾ പറഞ്ഞു? അക്ബറാണ്. അതുപോലെ തന്നെ ബുലന്ദ് ദർവാസ ഉണ്ടാക്കിയത് ആരാണ്? അക്ബറാണ്. ഡോർ ഓഫ് വിക്ടറി എന്നാണ് ബുലന്ദ് ദർവാസയെ പറയുന്നത്. അതുപോലെ തന്നെ ആഗ്ര ഫോർട്ട് ആരാണ് ഉണ്ടാക്കിയത്? അക്ബർ. അതുപോലെ തന്നെ പഞ്ച് മഹൽ ഓഫ് ആഗ്ര, ഡ്രീംസ് ഇൻ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. പഞ്ച് മഹൽ ഓഫ് ആഗ്ര നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ്. അതുപോലെ തന്നെ ലാഹോർ ഫോർട്ട്, അതുപോലെ തന്നെ അലഹബാദ് ഫോർട്ട്, അതുപോലെ തന്നെ ഹുമയൂൺസ് ടോംബ്, ഇതെല്ലാം ആരാണ് ബിൽഡ് ചെയ്തത്? അക്ബറാണ്. അതുപോലെ ടോംബ് ഓഫ് സലിം ക്രിസ്റ്റി. ഓക്കെ, ടോംബ് ഓഫ് സലിം ക്രിസ്റ്റി ആരാണ്? അക്ബറാണ്. അതുപോലെ തന്നെ മക്സുദാബാദും ആരാണ് ബിൽഡ് ചെയ്തത്? അക്ബർ തന്നെയാണ് ബിൽഡ് ചെയ്തത്. അബുൽ ഫസൽ ഫാദർ സെയ്ഖ് മുബാറക്. ഓക്കെ, അബുൽ ഫസൽ ഫാദർ സെയ്ഖ് മുബാറക്. അക്ബേഴ്സ് ചീഫ് അഡ്വൈസർ ആൻഡ് ഓതർ ഓഫ് അക്ബർനാമയാണ് ആരെന്ന് പറയുന്നത്? അക്ബറിന്റെ ചീഫ് അഡ്വൈസർ അല്ലെങ്കിൽ ഓതർ ഓഫ് അക്ബർനാമയാണ് അബുൽ ഫസൽ ഫാദർ ഷെയ്ഖ് മുബാറക് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ?
അടുത്തതാണ് ജഹാംഗീർ. അടുത്ത റൂളർ ആരാണ്? ജഹാംഗീർ ആണ്. ഏത് വർഷമാണെന്ന് നോക്കിയേ, 1605 മുതൽ 1627 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി നോക്കുക, 1605 മുതൽ 1627 വരെയാണ് ജഹാംഗീർ റൂൾ ചെയ്തിട്ടുള്ളത്. ഹി മാരീഡ് ടു മെറൂനിസ, ആൾസോ നോൺ ആസ് നൂർ ജഹാന. ഓക്കെ, നൂർ ജഹാന എന്ന് പറയുന്ന ഒരു എന്താ പെൺകുട്ടിയാണ് ആര് മാരി ചെയ്തത്? ജഹാംഗീർ മാരി ചെയ്തത്. ഓക്കെ, ആൻഡ് ജഹാംഗീർ ഇഷ്യൂഡ് കോയിൻസ് ജോയിൻലി ഇൻ നൂർജഹാൻ നെയിം ആൻഡ് ഹിസ് ഓൺ. നൂർജഹാൻ്റെ പേരിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെയും പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോയിൻസ് മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇൻ 1608 AD ഇംഗ്ലീഷ് അംബാസിഡർ ക്യാപ്റ്റൻ വില്യം ഹോക്കിംഗ് കെയിം ഇൻ ടു ഹിസ് കോർട്ട്. വില്യം ഹോക്കിംഗ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കോർട്ടിലേക്ക് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. 1608 അതുപോലെ 1615 സെക്കൻഡ് ഇംഗ്ലീഷ് അംബാസിഡർ ആയിട്ടുള്ള സർ തോമസ് റോ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓട്ടോബയോഗ്രഫി ഓഫ് ജഹാംഗീർ തുസുക് ഇ ജഹാംഗീരി വാസ് റിട്ടൺ ഇൻ പേർഷ്യൻ ലാംഗ്വേജ്. ജഹാംഗീറിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള തുസുക് ഇ ജഹാംഗീരിയും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുണ്ട്. അത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? പേർഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്. ഓക്കെ, ഒന്നുകൂടി നോക്കുക. ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്, അതും കൂടി ആകുമ്പോൾ മുഗൾ എംപയർ എന്ത് ചെയ്യുന്നു? അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷാജഹാൻ്റെ കാര്യം നോക്കി 1628 മുതൽ 1658 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് നെയിമാണ് ഖുരം എന്ന് പറയുന്നത്. ഖുരം എന്ന് പറയുന്നത്. ജമാ മസ്ജിദ് ഓഫ് ഡൽഹി വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ 1656 ബൈ ഷാജഹാൻ. ഷാജഹാനാണ് 1656 എന്ത് ജമാ മസ്ജിദ് ഇൻ ഡൽഹി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഹി ബിൽറ്റ് മെനി ആർക്കിടെക്ചർ മാർവൽസ് ലൈക്ക് റെഡ് ഫോർട്ട്, താജ്മഹൽ, മോതി മോസ്ക് ഇൻ ആഗ്ര, ഷാലിമാർ ഗാർഡൻ, ഫേമസ് ആയിട്ടുള്ള പീകോക്ക് ത്രോൺ. ഓക്കെ, ഇതെല്ലാം ആരാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? ഷാജഹാനാണ്. ഏതൊക്കെയാണ്? റെഡ് ഫോർട്ട്, താജ്മഹൽ, മോത്തി മോസ്ക്, ഷാലിമാർ ഗാർഡൻ, ഫേമസ് ആയിട്ടുള്ള പീകോക്ക് ത്രോൺ. ഓക്കെ, ഇതെല്ലാം ആരാണ് ബിൽഡ് ചെയ്തത്? ഇതെല്ലാം ആരുടെ ആർക്കിടെക്ചറാണ്? ഷാജഹാൻ്റെ ആർക്കിടെക്ചറാണ്. ഹി വാസ് കാൾഡ് ദ ആർക്കിടെക്ട് കിങ് എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അതുപോലെ പണ്ഡിറ്റ് ജഗന്നാഥ് വാസ് ദ കോർട്ട് പോയറ്റ് ഓഫ് ഷാജഹാന്റെ കോർട്ട് പോയറ്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പണ്ഡിറ്റ് ജഗന്നാഥ് ആണ് ഷാജഹാന്റെ കോർട്ട് പോയറ്റ് എന്ന് പറയുന്നത്. ഹി ട്രാൻസ്ഫേർഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ആഗ്ര ടു ഡൽഹി. ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് ആരാണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജഹാനാണ് ക്യാപിറ്റൽ ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓക്കെ ആണോ? അതുപോലെ താജ്മഹൽ വാസ് ഡെസിഗ്നേറ്റഡ് ബൈ ഉസ്താദ് അഹമ്മദ് ലഹോരി ബിറ്റ്വീൻ ഏത് വർഷമാണ്? 1631 മുതൽ 1653 വരെ ആണ് അത് ബിൽഡ് ചെയ്തത്. ആൻഡ് ഇറ്റ് പൊസസ് ദ യുണീക്ക് ഫീച്ചർ ഓഫ് ബീയിങ് എക്സാക്ട്ലി ഈക്വലിംഗ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഡിക്ലെയർഡ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ 1983. 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്തിനെ? താജ്മഹലിനെ. ആൻഡ് അത് ഡിസൈൻ ചെയ്തത് ആരാണ്? ഉസ്താദ് അഹമ്മദ് ലാഹോരി. ഉസ്താദ് അഹമ്മദ് ലാഹോരിയാണ് അത് ഡിസൈൻ ചെയ്തത്. ഫേമസ് പീകോക്ക് ത്രോൺ ഓഫ് ഷാജഹാൻ ആൻഡ് കൊഹിനൂർ ഡയമണ്ട് വെയർ ടേക്കൺ അവേ ഇൻ 1739 ബൈ നാദിർ ഷാ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഇൻവേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? ഫേമസ് പീകോക്ക് ത്രോണും അതുപോലെ തന്നെ കൊഹിനൂർ ഡയമണ്ടും എന്ത് ചെയ്തു? മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ആൻഡ് സാക്ഡ് ഡൽഹി ഇൻ 1739. ഇത്രയുമാണ് ഷാജഹാനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഔറംഗസേബ്. ഇതോടുകൂടി മുഗൾ എംപറർ എന്ത് ചെയ്യും? നമുക്ക് അവസാനിക്കും. ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഔറംഗസേബിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1658. ഔറംഗസേബിൻ്റെ വർഷം നോക്കുക. 1658 മുതൽ 1707 വരെയാണ് ഔറംഗസേബിൻ്റെ വർഷം എന്ന് പറയുന്നത്. ഹി റോട്ട് ഹിസ് ഓട്ടോബയോഗ്രഫി ഫതവ ഇ അലംഗിരി.
ഫത്വ ഇ അലംഗിരി ആരാണ് എഴുതുന്നത്? ഓട്ടോബയോഗ്രഫി ആരുടേതാണ്? ഔറംഗസേബിൻ്റെ ആണ്. ഹി റോട്ട് ഹിസ് ഓട്ടോബയോഗ്രഫി ഫത്വ ഇ അലംഗിരി. ഓക്കെ. ബുക്ക് താരിഖ് ഇ ദിൽകുഷ എഴുതിയത് ആരാണ്? ഔറംഗസേബാണ്. റിട്ടൺ ബൈ ഭീംസെൻ ഹു വാസ് ദ കോഡ് പോയറ്റ് ഓഫ് ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ കോഡ് പോയറ്റ് ആയിട്ടുള്ള ഭീംസെനാണ് എന്തെഴുതിയിട്ടുള്ളത്? താരിഖ് ഇ ദിൽകുഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കോഡ് പോയറ്റ് ആരെന്ന് ചോദിച്ചാൽ, ഔറംഗസേബിൻ്റെ കോഡ് പോയറ്റ് ആരെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയണം? ഭീംസെൻ ആണ് എന്ന് പറയണം. ഓക്കെ. ഹി അക്സെപ്റ്റഡ് ദ ടൈറ്റിൽ ഓഫ് സിന്ദാപെർ, ദേർവിഷ് ആൻഡ് അലംഗീർ. ഏതൊക്കെ ടൈറ്റിലാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്? സിന്ദാപെർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ദേർവിഷ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അലംഗീർ. ഈ ടൈറ്റിൽസ് എല്ലാം ആര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഔറംഗസേബ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ട് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒത്തിരി ടൈം എടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻറ്റ്സ് ഒന്നും വിട്ടുപോകാതെ പഠിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടട്ടെ, എക്സാമൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.